എന്ന പേര് കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ഞാനിത് കേട്ടിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിൽ അങ്ങ് പറയുകയാണ്. പണ്ട് ഞാനൊരു സ്ഥലത്ത് പ്രസംഗിച്ച ആശാൻ എന്ന് പറഞ്ഞപ്പോൾ കുറെ കഴിഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചു അതാരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരാശാൻ എന്ന് പറഞ്ഞു. എന്നതുപോലെ കേസരി ബാലകൃഷ്ണപിള്ള എന്ന പേര് അത്ര പരിചിതമാവണമെന്നില്ല നിങ്ങൾക്ക്. പക്ഷെ ഞാനിത് ഒട്ടും അതിശയോക്തിയില്ലാതെ പറയുകയാണ്, 20-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ ബൗദ്ധിക ജീവിതം കേസരിയുടേതായിരുന്നു. തൻ്റെ ആശയങ്ങൾ തൻ്റെ കാലത്ത് മനസ്സിലാക്കപ്പെടാനിടയില്ല എന്ന് അദ്ദേഹത്തിന് അറിയുമായിരുന്നു. അദ്ദേഹം പറയുന്നൊരു വാക്യമുണ്ട്, ജീവിച്ചിരിക്കുന്ന കാലത്ത് എൻ്റെ ആശയങ്ങൾ പൊതുവെ ശ്രദ്ധിക്കപ്പെടില്ല, മരിച്ച് 3 വ്യാഴവട്ടം കഴിയുമ്പോൾ ഞാൻ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങും, 1/2 നൂറ്റാണ്ട് കഴിയുമ്പോൾ പ്രസിദ്ധനാവും എന്നാണ്. ഇപ്പം 1/2 നൂറ്റാണ്ട് കഴിഞ്ഞു. 1960 കേസരി മരിച്ചത്. കോട്ടയത്ത് അദ്ദേഹത്തെ ഓർമ്മിക്കുന്നതിന് ഒരു കാരണവും കൂടിയുണ്ട്. കോട്ടയത്ത് വെച്ചാണ് അദ്ദേഹം മരിച്ചത്. അദ്ദേഹം തിരുവനന്തപുരത്ത് ജനിക്കുകയും പറവൂര് ജീവിക്കുകയും കോട്ടയത്ത് അവസാനത്തെ 2 വർഷം താമസിക്കുകയും ഇവിടെ വെച്ച് മരണപ്പെടുകയുമാണ് ചെയ്തത്. കേസരി കേരളം കണ്ട ഏറ്റവും വലിയ പത്രാധിപരായിരുന്നു. അദ്ദേഹം കോളേജ് അധ്യാപകനായിരുന്നു കേട്ടോ. അദ്ദേഹം തിരുവനന്തപുരം വിമൻസ് കോളേജിൽ അധ്യാപകനായിരുന്നു. ചരിത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ വിഷയം. പിന്നെ അദ്ദേഹം വക്കീല് ആയി പ്രവർത്തിച്ചു. കുറച്ചു കാലം അദ്ദേഹം വക്കീൽ എന്ന നിലയിൽ ജോലി ചെയ്തു. വക്കീൽ പണി അവസാനിപ്പിച്ച സമയത്ത് അദ്ദേഹം ഡയറിയിൽ എഴുതിയ ഒരു വാക്യം വിജയൻ മാഷ് സ്ഥിരമായിട്ട് പറയുമായിരുന്നു, മനുഷ്യരെ നുണ പറയാൻ പരിശീലിപ്പിക്കുന്ന ഈ വസ്ത്രം ഞാൻ ഇനി ധരിക്കുന്നില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം വക്കീൽ പണി അവസാനിപ്പിച്ചത് എന്ന് ഡയറിയിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ടെന്ന് മാഷ് പറയുമായിരുന്നു. അവിടെ നിന്നാണ് അദ്ദേഹം സമദർശി എന്ന പേരായ ഒരു പത്രം ആരംഭിച്ചു. 4 കൊല്ലക്കാലത്തോളം അത് നടത്തി. അത് സർക്കാരിനെതിരായ വലിയ വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ അടച്ചുപൂട്ടിയല്ല, അദ്ദേഹം ഉടമയായിട്ട് തെറ്റിപ്പിരിഞ്ഞു. സ്വന്തമായിട്ട് പണം പിരിച്ച് നാടൻപാട് നടന്ന് പണം പിരിച്ച് സ്വന്തം നിലയ്ക്ക് ഒരു പത്രം തുടങ്ങി. അതിൻ്റെ പേര് പ്രബോധകൻ എന്ന്. അത് 3 മാസമായി പ്രസിദ്ധീകരിച്ചത് 12 ലക്കം. കൂട്ടിപ്പോകുന്ന കേസരിക്ക് നല്ല നിശ്ചയമുള്ളതുകൊണ്ട് മുമ്പേ തന്നെ വേറൊരു പത്രത്തിന്റെ ലൈസൻസ് മൂപ്പര് പണം കൊടുത്ത് വാങ്ങി വെച്ചിരുന്നു. അതുകൊണ്ട് ഗവൺമെന്റ് പ്രബോധകൻ നിരോധിച്ച പിറ്റേ ആഴ്ച പ്രബോധകന്റെ അതേ കെട്ടിലും മട്ടിലും സർക്കാരിനെ അതിനേക്കാൾ ശക്തമായി വിമർശിച്ചുകൊണ്ട് കേസരി എന്ന പേരിൽ ഒരു പത്രം ഇറക്കുകയുണ്ടായി. അതിന്റെ തലക്കെട്ട് നഗ്നമായ സ്വേച്ഛാധിപത്യത്തിനെതിരെ എന്നാണ്. അങ്ങനെ ഒരു പത്രം ഇറക്കുകയും അത് വലിയ ഒരു പ്രയാസത്തിൽ അദ്ദേഹത്തെ കൊണ്ടുചെന്ന് എത്തിക്കുകയും ഒക്കെ ചെയ്തു. അദ്ദേഹത്തിന്റെ പത്രത്തിന് വളരെ കുറഞ്ഞ കോപ്പികളാണ് ഉണ്ടായിരുന്നത്. ഏറ്റവും കൂടുതൽ അച്ചടിച്ച സമയത്ത് പോലെ 1000 കോപ്പിയാണ് അദ്ദേഹത്തിന്റെ പത്രം അച്ചടിച്ചിരുന്നത്. പിന്നെ അത് പതിയെ പതിയെ കുറഞ്ഞു വന്നു. 4 വർഷക്കാലത്തോളം കേസരി പത്രവും അദ്ദേഹം നടത്തി. അങ്ങനെ എല്ലാം കൂടി അദ്ദേഹത്തിന്റെ പത്രാധിപ ജീവിതം ഒരു 9 വർഷത്തിൽ താഴെയാണ്. 9 വർഷത്തിൽ താഴെ 1000 കോപ്പിയിൽ താഴെ പത്രങ്ങൾ അച്ചടിച്ചിരുന്ന ഒരു പത്രാധിപരാണ് കേരളം കണ്ട ഏറ്റവും വലിയ പത്രാധിപർ എന്നത് ഒരർത്ഥത്തിൽ വലിയൊരു വൈരുദ്ധ്യമാണ്. ഭീമാകാരമായ ദാരിദ്ര്യത്തിലാണ് കേസരി പത്രം നടത്തിയിരുന്നത്. അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിന് പത്രം നടത്താൻ പറ്റാതാവുകയും ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ നിവൃത്തിയില്ലാതാവുകയും സർക്കാർ 5000 രൂപ ഫൈൻ അടയ്ക്കാനായിട്ട് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്ത ഘട്ടത്തിലാണ് 1935 കേസരി അദ്ദേഹം നിർത്തുന്നത്. കേസരി നിർത്തി. പത്രമെല്ലാം വിറ്റ്, പ്രസ്സെല്ലാം വിറ്റ്, ജീവനക്കാരുടെ ശമ്പളം എല്ലാം കൊടുത്ത്, കടമെല്ലാം വീട്ടി കഴിഞ്ഞിട്ട് കേസരി ഡയറിയിൽ എഴുതിയ മറ്റൊരു വാക്യം, നൗ there remains 50 rupees between me and starvation എന്നാണ്. എനിക്കും പട്ടിണിക്കും ഇടയിൽ 50 രൂപ ബാക്കിയുണ്ട് എന്ന് എഴുതി. പിന്നെ അദ്ദേഹം 20 വർഷം പറവൂര് വന്ന് താമസിക്കുകയും അവിടെ ചരിത്രത്തെക്കുറിച്ചുള്ള വളരെ അഗാധമായ അന്വേഷണങ്ങൾ നടത്തുകയും ചരിത്രം കേസരിയുടെ ഒരു സ്വകാര്യ കിറുക്കാണ് എന്ന് പണ്ഡിതന്മാരെല്ലാം തീരുമാനിക്കുകയും ചെയ്യുന്നത് ആ കാലത്താണ്.
അവസാനത്തെ ഒരു 20 വർഷത്തോളം കേസരി ചരിത്രത്തിൽ മാത്രമാണ് മുഖ്യമായിട്ടും പ്രവർത്തിച്ചത്. അങ്ങനെ 3 ലോകങ്ങളിൽ ജീവിച്ചു കേസരി. ഒന്ന് പത്രാധിപരായിരുന്നു, മറ്റൊന്ന് ഒരു സാഹിത്യ കലാ നിരൂപകനായിരുന്നു, മൂന്നാമതൊരു ചരിത്ര ഗവേഷകനായിരുന്നു. ഈ 3 മേഖലകളിലും കേസരി ഒരേ നിലയിലല്ല ജീവിച്ചത്. ഒരർത്ഥത്തിൽ തന്നെ മറികടന്നുകൊണ്ടിരുന്ന ഒരാളാണ് കേസരി ബാലകൃഷ്ണപിള്ള എന്ന് പറയാം. പത്രാധിപരെന്ന നിലയ്ക്ക് അദ്ദേഹം ചെയ്ത കാര്യം ജ്ഞാനോദയത്തിൻ്റെയും പ്രബുദ്ധതയുടെയും ആധുനികതയുടെയും മൂല്യങ്ങളെ കേരളീയ സമൂഹത്തിൽ ഉറപ്പിച്ചെടുക്കുക എന്നതായിരുന്നു. രാജവാഴ്ചയ്ക്കെതിരായ നിശിതമായ വിമർശനം, നാടുവാഴ്ത്ത മൂല്യങ്ങളെ തകർക്കണം എന്ന ആശയം, ആധുനിക ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരണം എന്ന കാഴ്ചപ്പാട്, ഇതെല്ലാം വച്ചുകൊണ്ട് ജ്ഞാനോദയത്തിൻ്റെ അല്ലെങ്കിൽ ഞാൻ പക്ക പറഞ്ഞിട്ടാണ് മൈക്കിലൊക്കെ കൂട്ടണ്ട, ശരിയായിക്കോളൂ. അഴീക്കോട് മാഷ് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവസാനത്തെ ആള് ശ്രദ്ധാപൂർവം കേൾക്കുമ്പോൾ കേൾക്കാവുന്ന ഒച്ചയിലേ പറയേണ്ടതുള്ളൂ എന്നാണ്. മാഷ് പറയുന്നത് ശ്രദ്ധ ഇങ്ങടാണ്, ഒച്ച അങ്ങടല്ലാണ്. നമ്മുടെ പ്രസംഗത്തിന്റെ ഒരു രീതി ഒച്ച അങ്ങടാ, ശ്രദ്ധ ഇങ്ങടില്ലാതായി. അപ്പൊ ഈ ആധുനികതയുടെ മൂല്യങ്ങളെ സ്ഥാപിച്ചെടുക്കുക എന്നുള്ളത്, പ്രത്യേകിച്ച് നാടുവാഴ്ത്തവും രാജവാഴ്ചയും തിരുവിതാംകൂറിൽ അതിശക്തമായി നിലനിന്നിരുന്ന ഒരു കാലത്ത് രാജാവാണ് പ്രതി എന്ന് നിർഭയം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പത്രാധിപരായിരുന്നു കേസരി ബാലകൃഷ്ണപിള്ള. രാജാവിനെതിരെ അദ്ദേഹം ദിവാനെ പിന്തുണയ്ക്കുന്നുണ്ട് പല സമയത്തും. ദിവാൻ കൊണ്ടുവരുന്ന പല ശാസ്ത്രീയമെന്നോ പുരോഗമനപരമെന്നോ ഒക്കെ പറയാവുന്ന ആധുനിക സങ്കല്പങ്ങളെ രാജവാഴ്ചയുടെ പഴയ മൂല്യങ്ങളെ മുൻനിർത്തി കൊട്ടാരം എതിർക്കുന്ന സമയത്ത് രാജാവിനെതിരെ ദിവാനെ പിന്തുണച്ചുകൊണ്ട് അദ്ദേഹം നിലപാടെടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ പത്രപ്രവർത്തന ചരിത്രത്തിൽ വളരെ കുറഞ്ഞ ഒരു കാര്യമാണ്. ഏറെപ്പേരൊന്നും കാരണം തിരുവിതാംകൂറിൽ രാജാവെന്ന് പറഞ്ഞാൽ ഇപ്പോഴും പൊന്നുതമ്പുരാൻ തിരുമനസ്സുണ്ട് എന്ന് പറയാൻ ശീലമുള്ളൊരു സമൂഹമാണ്. നമ്മളിപ്പോഴും തിരുവിതാംകൂർ മഹാരാജാവാണെന്ന് നമ്മൾ പറയാം. ഇതാരാന്ന് മനസ്സിലായിട്ടില്ല, പക്ഷേ നമ്മൾ അങ്ങനെയാ പറയാ. നമ്മുടെ വലിയ നേതാക്കളൊക്കെ അങ്ങനെയാ പറയാ. VS അച്യുതാനന്ദൻ മാത്രമാണ് അങ്ങനെ അല്ലാണ്ട് പറയാ. VS അങ്ങനെയാ പറയാം, ബാക്കിയൊക്കെ രാജാവെന്ന് പറയും. കേസരി പക്ഷേ ഇതിന് ഭയങ്കര എതിരായിരുന്നു. രാജവാഴ്ചയാണ് അടിസ്ഥാന പ്രശ്നം എന്ന് കരുതുകയും ഇപ്പോ നമ്മുടെ വലിയ പത്രാധിപരായിരുന്ന സ്വദേശാഭിമാനി ദിവാനെ കൂടുതൽ എതിർക്കുകയും രാജാവ് നമ്മുടെ നാട്ടുകാരനാണല്ലോ എന്നൊരു ഔദാര്യം കാണിക്കുകയും ചെയ്ത സമയത്ത് കേസരി തിരിച്ചായിരുന്നു. രാജാവാണ് പോകേണ്ടത്, ദിവാനല്ല എന്നതായിരുന്നു കേസരിയുടെ പ്രശ്നം. ദിവാനെ അദ്ദേഹം എതിർക്കുന്നുണ്ട്, നിശിതമായിട്ട് എതിർക്കുന്നുണ്ട്. അങ്ങനെ രാജാവാഴ്ചയെ സ്ഥിരമായി എതിർക്കുന്ന ഒരാളായിരുന്നു. അതിലൊരു കൗതുകമുള്ള കാര്യം പറയാം. ശ്രീമൂലം തിരുനാളും മരിച്ചപ്പോൾ അത് സംസ്കാരം കാണാനായിട്ട് കേസരി പോയി. അപ്പോൾ ആരോ അദ്ദേഹത്തോട് ചോദിച്ചു, രാജാവിന് ഇത്രയേറെ എതിർക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഈ രാജാവിന്റെ ശവസംസ്കാരം കാണാൻ പോയത്? അപ്പൊ കേസരി പറഞ്ഞു, ഒരു രാജാവെങ്കിലും കത്തിച്ചാമ്പലാവുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞെന്നാണ്. അങ്ങനെ രാജവാഴ്ചയോടുള്ള നിശിതമായ വിമർശനം, ആധുനിക മൂല്യങ്ങളെ സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമം, ഇതെല്ലാം കേസരി തൻ്റെ പത്രത്തിലൂടെ നടത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ പത്രാധിപരെന്ന നിലയ്ക്ക് കേസരിയുടെ അടിസ്ഥാന താല്പര്യം ആധുനികതയ്ക്ക് വേണ്ടിയുള്ള വലിയ ഒരു ശ്രമമായിരുന്നു. നാടുവാഴ്ത്തത്തിൻ്റെ, രാജവാഴ്ചയുടെ, മതാത്മകതയുടെ ഒക്കെ ലോകങ്ങളെ അദ്ദേഹം നിരന്തരം എതിർക്കുകയും എല്ലാ സ്ഥാനങ്ങളിലും അതിനെ അദ്ദേഹം വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. പല രൂപത്തിൽ അദ്ദേഹം അത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. 1931 കേസരി പത്രത്തിന്റെ മുഖപ്രസംഗമായിട്ട് അദ്ദേഹം എഴുതിയ ഒരു ദീർഘപ്രബന്ധമാണ് ഒരുപക്ഷെ വധശിക്ഷയ്ക്കെതിരെ മലയാളത്തിൽ എഴുതപ്പെട്ട ഇപ്പോഴത്തെയും മികച്ച ലേഖനം. ഇന്ന് കേസരി വധശിക്ഷയ്ക്കെതിരെ എഴുതുന്നുണ്ട്. അത് തിരുവിതാംകൂർ നിയമസഭയില് ഹൈക്കോടതിയില്, തിരുവിതാംകൂർ കോടതിയിൽ ഒരു പെറ്റീഷൻ വരുന്നു, ഈ സ്ത്രീകളെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണം എന്ന് ഒരു അഭിപ്രായം കോടതിയിൽ വരുന്ന സമയത്ത് ഈ അഭിപ്രായത്തെ മുൻനിർത്തിയിട്ടാണ് കേസരി വധശിക്ഷയെ കുറിച്ചുള്ള ഒരാലോചന നടത്തുന്നത്. എന്താണ് ശിക്ഷ എന്ന് ആലോചിക്കുകയും ശിക്ഷയുടെ വ്യത്യസ്തങ്ങളായ ചരിത്ര സന്ദർഭങ്ങൾ എങ്ങനെയാണ് ഉണ്ടായത്, ഏതൊക്കെ തരത്തിലുള്ള ശിക്ഷാ സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു, അത് പ്രതികാരം ശിക്ഷയുടെ അടിസ്ഥാനമായിരുന്ന കാലമുണ്ട്. ഇപ്പോഴും നമുക്കത് പോയിട്ടൊന്നുമില്ല. കട്ടവന്റെ കൈവെട്ടുക, കൊന്നവനെ കൊല്ലുക,
എന്നൊക്കെ പറയുന്നത് ഈ പ്രതികാരം കൊണ്ടാണ്. അപ്പൊ കേസരി പറയുന്നത് പ്രാകൃതമായ ഒരു ശിക്ഷാസങ്കല്പമാണ്, പ്രാചീന സമൂഹങ്ങളിൽ ഉണ്ടായിരുന്നു. പിന്നീട് നഷ്ടപരിഹാരം എന്ന നിലയിൽ ആ ശിക്ഷാസങ്കല്പം മാറി. മൂന്നാമത്തെ ഘട്ടത്തിലാണ്, ആധുനിക ഘട്ടത്തിലാണ് പരിഷ്കരണം എന്നതാണ് ശിക്ഷയുടെ അടിസ്ഥാന യുക്തിയായത്. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ കുറ്റവാളിയായി തീരുന്നത് സഹജമായ അയാൾ കുറ്റവാളിയായതുകൊണ്ടല്ല, സാമുദായികമായ ജീർണതകൾ ഒരാളെ കുറ്റവാളിയാക്കാം. അതിന് അയാളെ മാത്രമായി ശിക്ഷിക്കുന്നത് സമുദായത്തിന്റെ ജീർണതയ്ക്ക് പകരം അതിന്റെ കാരണക്കാരനായ ഒരു വ്യക്തിയെ കണ്ടെത്തി അയാളെ ശിക്ഷിച്ച് സമുദായം തൃപ്തി അടയുന്നതാണ് ഇതിലുള്ളത്. അതുകൊണ്ട് വാസ്തവത്തിൽ ഇത് ഈ ശിക്ഷ എന്ന് പറയുന്നതിൽ സമൂഹത്തിന്റെ ഒരു ഒളിച്ചുകളിക്കലുണ്ട്. ആ ഒളിച്ചുകളി ഒട്ടും ശരിയായ കാര്യമല്ല. ശിക്ഷിക്കപ്പെടേണ്ടത് സമൂഹം കൂടിയാണ്, സമുദായം കൂടിയാണ്. സമൂഹം എന്നുള്ള അർത്ഥത്തിലാണ് കേസരി സമുദായം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഇന്നിപ്പോ ആ വാക്ക് മാറിപ്പോയി. കേരളത്തിന്റെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ഈ സമുദായം എന്നത്. അതൊരു ആധുനിക സമൂഹത്തിലേക്ക് മധ്യകാല നാടുവാഴുത്ത ജാതിബന്ധ സമൂഹങ്ങൾ പരിണമിക്കുന്നതിനിടയിലുള്ള ഒരു ട്രാൻസിഷൻ ഫേസ് ആയിട്ടാണ് സമുദായം എന്ന വാക്ക് ഉയർന്നു വന്നത്. പക്ഷെ പിന്നീട് ആ ട്രാൻസിഷന്റെ അംശം പതിയെ ദുർബലാവുകയും ആധുനിക അർത്ഥത്തിലുള്ള ഒരു ജാതിയായിട്ട് സമുദായം എന്ന വാക്കിന്റെ അർത്ഥം മാറുകയും ചെയ്തു. കേസരി സമുദായം എന്ന് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ വധശിക്ഷയെ മുൻനിർത്തിയുള്ള അദ്ദേഹത്തിന്റെ ഈ ആലോചന, ഇങ്ങനെ ഒട്ടനവധി ആലോചനകൾ അദ്ദേഹത്തിന്റെ ഓരോ മുഖപ്രസംഗങ്ങളും വായിച്ചു നോക്കിയാലും ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ അദ്ദേഹം മുൻകൂറായി സങ്കല്പിക്കുന്നുണ്ട് എന്ന് കാണാനായിട്ട് കഴിയും. 30കളിൽ അദ്ദേഹം ഒരുപക്ഷെ കേരളീയ സമൂഹത്തിന് അന്ന് ആലോചിക്കാൻ പ്രയാസമുള്ള നിലയിലാണ് കേസരി പല ആശയങ്ങളും അവതരിപ്പിച്ചത്. ഇപ്പോൾ സന്താന നിയന്ത്രണം, ജന്മ നിയന്ത്രണം എന്ന ആശയം കേസരി അക്കാലത്ത് എഴുതുന്നുണ്ട്. സാഹിത്യ പ്ലാനിങ് എന്ന ആശയം അക്കാലത്ത് എഴുതുന്നുണ്ട്. ഇങ്ങനെ പല ആശയങ്ങൾ ഒരുപക്ഷെ ആ കാലത്തിന്റെ അഭിരുചിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത നിരവധി ആശയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ആ കാലത്തിൽ ഇടപെടുകയായിരുന്നു കേസരി ചെയ്തത് എന്ന് വേണമെങ്കിൽ ഇപ്പൊ നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പൊ കേരളം തിരുവിതാംകൂറും കൊച്ചിയും മലബാറുമായിട്ട് തിരിഞ്ഞു കിടക്കുന്ന സമയത്ത് ഈ 3 പ്രദേശങ്ങളെയും കൂട്ടിയിണക്കി കേരളം എന്ന ഒരു ഭൂപ്രദേശമായി, ഒറ്റ സമൂഹമായി ഇത് മാറണം എന്ന ആശയം കേസരി 1923 വെക്കുന്നത്. സമദർശിയിൽ എഴുതിയ ലേഖനത്തിലാണ് ഐക്യ കേരളം എന്ന ആശയം കേസരി വെക്കുന്നത്. കേരളത്തില് ഐക്യകേരള പ്രസ്ഥാനം ഉണ്ടാകുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ, 40കളിലാണ്. അതിനൊക്കെ എത്രയോ മുമ്പ് കേസരി ഈ ആശയം മുമ്പോട്ട് വെക്കുന്നുണ്ട് എന്ന് കാണാൻ പറ്റും. ഞാനിത് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ പത്രപ്രവർത്തകൻ എന്ന നിലയിൽ ഒരുപാട് മുഖപ്രസംഗങ്ങളും ലേഖനങ്ങളുമായിട്ട് കേസരി എഴുതുന്ന നിരീക്ഷണങ്ങൾ നോക്കിയാൽ അദ്ദേഹം മുമ്പോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ആധുനിക സമൂഹമായി കേരളത്തെ രൂപാന്തരപ്പെടുത്താൻ കഴിയുന്ന മട്ടിൽ ഒരു പുതിയ ലോകത്തെ ഉയർത്തിക്കൊണ്ടുവരിക. അതിന് പര്യാപ്തമായ പല നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിന്റെ അന്നത്തെ മുഖപ്രസംഗങ്ങളിൽ കാണാം. ഇപ്പോ പൊന്നു തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് എന്ന് രാജാവിനെ വിളിക്കുന്ന സമയത്താണ് കേസരി നാട്ടുരാജ്യങ്ങളെ ഇല്ലാതാക്കണം, നാട്ടുരാജ്യങ്ങൾ നിലനിന്നുകൂടാ എന്ന് കേസരി മുഖപ്രസംഗം എഴുതുന്നുണ്ട്. കേരളത്തിൽ ഏതെങ്കിലും ഒരു കർഷക സംഘടന ഉണ്ടാകുന്നതിന് മുമ്പ് കൃഷിഭൂമി ഏറ്റെടുത്ത് നാട്ടുകാർക്ക് വിതരണം ചെയ്യണം എന്ന് കേസരി മുഖപ്രസംഗത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഐക്യ കേരള എന്ന ആശയം കൊണ്ടുവരുന്നുണ്ട്. ബാങ്കുകൾ ദേശസാൽക്കരിക്കണം എന്ന ആശയം കേസരി അവതരിപ്പിക്കുന്നുണ്ട്. ഫെഡറലിസം ആണ് ഇന്ത്യയുടെ അടിസ്ഥാന തത്വമാകേണ്ടത് എന്ന കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. ജനാധിപത്യം ഭൂരിപക്ഷ ഹിതത്തെ മാത്രം പരിഗണിക്കുന്ന ഗ്രീക്ക് മാതൃകയിലല്ല, മറിച്ച് ജനങ്ങൾക്ക് ഇടപെടാൻ അധികാരമുള്ള സ്വിറ്റ്സർലൻഡ് മാതൃകയിലെ ജനാധിപത്യമാണ് വേണ്ടത് എന്ന് കേസരി പറയുന്നുണ്ട്. ഗ്രീക്ക് മാതൃക ഭൂരിപക്ഷത്തിന്റെ ഒരു മെജോറിറ്റേറിയനിസത്തിന് മേൽക്കൈയുള്ളതാണ്. അത് ജനാധിപത്യം എന്ന നിലയിൽ ആധുനിക ഘട്ടത്തില് സ്വീകാര്യമല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇങ്ങനെ ഒരുപക്ഷെ 20കളില് ആ കാലത്ത് ആലോചിക്കാൻ ഒട്ടും പറ്റാത്ത നിലയിലുള്ള ആധുനികമായ ആശയങ്ങൾ അദ്ദേഹം അവതരിപ്പിക്കുകയും ആധുനികതയുടെ ഒരു കേരളത്തിലെ ഏറ്റവും വലിയ മുഖമായിട്ട് കേസരി മനസ്സിലാക്കപ്പെടുകയും ചെയ്തു. ഒരുപക്ഷെ കേസരി സാർവത്രികമായി അംഗീകരിക്കപ്പെട്ടത് പത്രാധിപർ എന്ന നിലയ്ക്കാണ്. ഇപ്പോഴും കേസരിയുടെ സാർവത്രികമായ അംഗീകാരമുള്ളത് ധീരനായ പത്രാധിപർ എന്ന നിലയിലാണ്.
എന്നാൽ ഇവിടെ നിന്ന് അദ്ദേഹം പിന്നീട് മുമ്പോട്ട് വയ്ക്കുന്ന ചുവടുകൾ ആധുനികതയുടെ വഴിയെ തെളിക്കുന്നതല്ല. ഒരുപക്ഷെ ആധുനികതയുടെ വഴിക്കുള്ളിൽ കടന്നു കയറി അതിലെ വൈരുദ്ധ്യങ്ങളെ പ്രകാശിപ്പിക്കുക, അതിലെ ഇരുട്ടുകളിൽ ചെന്ന് വീഴുക, ആ ഇരുട്ടുകളെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുക. ഒരു ഘട്ടം കഴിയുമ്പോൾ, ചരിത്ര വിചാരത്തിന്റെ ഒരു ഘട്ടത്തിലെത്തുമ്പോഴേക്കും അദ്ദേഹം ആധുനികമായൊരു യുക്തിബോധത്തെ ഏതാണ്ട് ഉപേക്ഷിക്കുന്നു. 1940-കളിൽ എസ് കെ നായരുടെ കലാചിന്തകൾക്ക് എഴുതിയ ഒരു ലേഖനത്തിലാണ് കേസരി പറയുന്നത്, സത്യത്തിന്റെ കൊടിക്കുറയുമായി ഇപ്പൊ ആരും സഞ്ചരിക്കുന്നില്ല. സത്യമെന്ന് പറയാവുന്നത്, സത്യമെന്ന് തോന്നിക്കുന്നത്, സത്യമെന്ന പ്രതീതി ഉളവാക്കുന്നത് എന്നൊക്കെ പറയാൻ കഴിയും. സത്യത്തിന്റെ കൊടിക്കൂറയുമായി ഇന്ത്യയിലെ കുറെ സന്യാസിമാരും യൂറോപ്പിൽ കട്ടൻ ഡ്രസ്സിൽ മാത്രമേ ഭാഷയുള്ളൂ. ഇങ്ങനെയാണ് പറയുക. യൂറോപ്പിൽ കട്ടൻ ഡ്രസ്സിലുണ്ട്, ഇവിടെ കുറച്ച് സന്യാസിമാരുണ്ട്, ഇതുകൊണ്ട് ഒരു കാര്യമില്ല. ഇത് 40-കളിൽ പറയാണ്. കേസരിയുടെ അക്കാലത്തെ പല വാക്യങ്ങളും നമുക്ക് ഒരുപക്ഷെ കേസരി പറഞ്ഞാലൊരു ശരിയുണ്ട്, ആ കാലത്തിന് മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ സമീപകാലത്ത് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് വലിയ മുമ്പേ വായിച്ചത് അന്ന് എനിക്കും തോന്നിയില്ല. സമീപകാലത്ത് വായിച്ചപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, സുദൃഢവും പ്രബലവുമായ വ്യക്തിത്വം ഇനി മൂഢന്മാർക്ക് മാത്രമേ ഉണ്ടാവൂ. നമ്മളിപ്പോ ഈ മാസ്കുലിനിറ്റി എന്നെല്ലാം പറയുന്നല്ലോ, ഇതെല്ലാം കേസരി കാണുന്നുണ്ട്. സുദൃഢവും പ്രബലവുമായ വ്യക്തിത്വം മൂഢന്മാർക്ക് മാത്രമേ, നിരീക്ഷണബോധമില്ലാത്തവർക്കും മൂഢന്മാർക്കും മാത്രമേ ഉണ്ടാവൂ എന്നാണ്. ഇത് ഏത് കാലത്താണ് എന്ന് ആലോചിച്ചാല് വാസ്തവത്തിൽ കേരളത്തിലൊക്കെ ആധുനിക വ്യക്തികൾ പതുക്കെ പതുക്കെ എനർജി ചെയ്ത് വരുന്നേ ഉള്ളൂ, കുടുംബം ഉണ്ടായി വരുന്നേ ഉള്ളൂ. അപ്പോഴാണ് മൂപ്പര് കുടുംബം എന്ന് പറയുന്നത് വലിയൊരു തട്ടിപ്പാണ് എന്ന് പറയുന്നത്. ഒരു മനോഹരമായ വാക്യമുണ്ട്, പരസ്ത്രീ സംഗമവും ജാരസംസർഗവും ഒരു ദുരന്ത നാടകത്തിനുള്ള വിഷയമല്ല, പരമാവധി ഒരു പ്രഹസനാവാം. ഇത് പറയുന്നുണ്ട്. ഇതൊക്കെ ഏത് കാലത്താന്ന് വെച്ചാൽ ഫാമിലി എനർജി ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോഴാണ് കേസരി ഇങ്ങനെയുള്ള ഒരുപാട് ആശയങ്ങൾ. അതിന് കാരണമായത് വാസ്തവത്തിൽ കേസരി ഫ്രോയിഡിനെ വായിക്കുകയും ഫ്രോയിഡ് മുമ്പോട്ട് വെച്ച അടിസ്ഥാനപരമായ ആശയങ്ങൾ അദ്ദേഹം തിരിച്ചറിയുകയും ചെയ്തു. ഫ്രോയിഡ് സ്വപ്നം വ്യാഖ്യാനിക്കുകയൊന്നുമല്ല ചെയ്തത്. ഫ്രോയിഡ് ഒരർത്ഥത്തിൽ നമ്മുടെ ആധുനികതയ്ക്കകത്തുള്ള പ്രധാനപ്പെട്ട ഒരു വിച്ഛേദ സ്ഥാനമാണ് എന്ന് മിഷേൽ ഫൂക്കോ ഒക്കെ പറയുന്നുണ്ട്. ഫ്രോയിഡ്, മാർക്സ്, നീഷെ, ഇവര് 3 പേരിലും ആധുനികതയുടെ വിച്ഛേദ സ്ഥാനങ്ങളെ ഫൂക്കോയൊക്കെ കണ്ടെത്തുന്നുണ്ട്. ഇത് തിരിച്ചറിഞ്ഞ ഒരാളായിരുന്നു കേസരി. കേസരി എന്താണ് ഫ്രോയിഡ് ചെയ്തത് ഒറ്റ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, മനുഷ്യൻ എന്നത് പരസ്പര ബന്ധമില്ലാത്ത വികാര വിചാരങ്ങളുടെ വ്യവസ്ഥാരഹിതമായ കൂട്ടിക്കെട്ടലാണ് എന്ന് കണ്ടെത്തിയതാണ് ഫ്രോയിഡിന്റെ വിപ്ലവം. അതുകൊണ്ട് ഫ്രോയിഡ് ചെയ്യുന്ന ഒരു കാര്യം ഈ ഏകീകൃത സത്തയായിട്ടുള്ള നമ്മൾ ഇൻഡിവിജ്വാലിറ്റി എന്നെല്ലാം പറഞ്ഞ് ഉറപ്പിക്കുന്ന ഈ വ്യക്തി എന്നിട്ട് പറയാനില്ല. അപ്പൊ ഈ ആധുനിക സമൂഹ സങ്കല്പത്തിന്റെ കേന്ദ്രത്തിലുള്ള ഈ സുദൃഢ വ്യക്തി എന്ന സങ്കല്പത്തെ തിരസ്കരിച്ച ഒരാളായിരുന്നു കേസരി. അങ്ങനെ ഒരു സുദൃഢ വ്യക്തിത്വം വാസ്തവത്തിൽ ഇല്ല എന്ന് അദ്ദേഹം പറയുകയും ഫ്രോയിഡിൽ നിന്ന് അദ്ദേഹം ഈ ആശയത്തെ സ്വീകരിച്ച് അതിനെ തൻ്റെ സാമൂഹ്യ സാംസ്കാരിക വിചാരങ്ങളുടെ അടിത്തറയാക്കി മാറ്റുകയും ചെയ്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിചാരങ്ങൾ പൊതുവെ ജീർണതയുടെ ആവിഷ്കാരങ്ങളായിട്ടോ ഒക്കെയാണ് ആ കാലത്ത് മനസ്സിലാക്കപ്പെട്ടിരുന്നത്. ഞാൻ പറഞ്ഞു വന്ന കാര്യം, കലാചിന്തയിലേക്കും സാഹിത്യ വിമർശനത്തിലേക്കും ഒക്കെ കടക്കുന്ന സമയത്ത് കേസരി ചെയ്ത ഒരു കാര്യം പത്രപ്രവർത്തനത്തിൽ അദ്ദേഹം ചെയ്ത കാര്യമല്ല. പത്രപ്രവർത്തനത്തിൽ അദ്ദേഹം നാടുവാഴുത്ത മൂല്യങ്ങൾക്കെതിരെ ആധുനികതയുടെ പ്രബുദ്ധതായുഗത്തിന്റെ മൂല്യങ്ങളെ ഉറപ്പിക്കുകയാണ് ചെയ്തതെങ്കിൽ, കലാചിന്തയിലും സാഹിത്യ ചിന്തയിലും ആധുനികതയ്ക്കുള്ളിലെ വൈരുദ്ധ്യങ്ങളെ പ്രകാശിപ്പിക്കാനാണ്
കൈക്ക് വെച്ചുണ്ടാക്കുന്ന കാറ്റടിക്കുമ്പോഴൊക്കെ വെച്ചുണ്ടാവും. ആധുനികതയുടെ അകത്ത വൈരുദ്ധ്യങ്ങളിലാണ് കേസരിയുടെ കണ്ണ് ചെന്നത്. പ്രധാനമായി 3 കാര്യം പറയാം. 1, ആധുനികതയുടെ പുരോഗതി എന്ന സങ്കല്പം. 2, ആധുനികതയുടെ ദേശരാഷ്ട്രം, ദേശീയത എന്ന സങ്കല്പം. 3, ആധുനികതയുടെ വ്യക്തി സങ്കല്പം. ഈ 3 ഘടകങ്ങളെയും കേസരി നിരസിക്കുന്നുണ്ട്. വ്യക്തി എന്ന് പറയുന്ന സുദൃഢമായ, ഉഗ്രഥിതമായ, ആധിപത്യാന്ത പൊരുത്തമുള്ള ഒന്നില്ല എന്നത് കേസരി പറഞ്ഞുറപ്പിക്കാൻ ശ്രമിക്കുന്ന, അദ്ദേഹത്തിന്റെ കലാചിന്തയിൽ അദ്ദേഹം പറഞ്ഞുറപ്പിക്കാൻ ശ്രമിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. അങ്ങനെ ഒരു കേന്ദ്രീകൃത വ്യക്തി ഇല്ല, മറിച്ച് ഒരു നിർമ്മിതിയാണ്. നമ്മൾ എന്താ പറയുക, ഒരു കൺസ്ട്രക്ട് എന്നൊക്കെ പറയുമല്ലോ. സബ്ജക്റ്റിവിറ്റിയെ കുറിച്ചുള്ള പിൽക്കാല ആശയങ്ങളെയൊക്കെ പൂർവ്വദർശനം ചെയ്യുന്ന മട്ടിൽ കേസരി വ്യക്തിയുടെ നിർമ്മിതിക്കുള്ളിലെ വൈരുദ്ധ്യങ്ങളെ അദ്ദേഹം ധാരാളമായിട്ട് പുറത്തു കൊണ്ടുവരുന്നുണ്ട്. രണ്ടാമത്, 1930കളിൽ ഇന്ത്യയിൽ ദേശീയ പ്രസ്ഥാനം അത്ര ശക്തമായിരുന്ന ഒരു കാലത്ത്, ഗാന്ധിജിയുള്ള കാലത്ത്, കേസരി ഗാന്ധിജിയെ എതിർത്തു, ദേശീയതയും എതിർത്തു. ദേശീയത വളരെ തെറ്റായ ഒരാശയമാണ് എന്നാണ് കേസരി കരുതിയിരുന്നത്. ദേശീയമായ മിഥ്യാഭിമാനത്തിന്റെ തകരച്ചെണ്ടകൾ എന്നൊരിടത്ത് അദ്ദേഹം എഴുതുന്നുണ്ട്. അത് ഗംഭീരവാക്യമാണ്. ദേശീയമായ മിഥ്യാഭിമാനത്തിന്റെ തകരച്ചെണ്ട. ഇന്നതിന്റെ മുഴക്കത്തിന്റെ നടുവിലാണ് നമ്മൾ. അതുകൊണ്ട് ഈ വാക്കിനൊക്കെ കാലത്തിൽ വലിയ അർത്ഥം വരുന്നുണ്ട്. ദേശീയത എന്ന് പറയുന്നത് വളരെ വിനാശകരമായ ഒരു ആശയമാണെന്നും വാസ്തവത്തിൽ താൻ ചരിത്ര ഗവേഷണത്തിൽ ഏർപ്പെടുന്നത് തന്നെ ഈ ദേശീയവാദപരമായ ബോധ്യങ്ങളിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കാനാണ് എന്നും കേസരി പറയുന്നത്. ഇത് ഒരുപക്ഷെ നമ്മുടെ ആധുനിക ചരിത്രത്തിന്റെ രീതിശാസ്ത്രത്തെ അല്ലെങ്കിൽ ചരിത്രമെന്ന ജ്ഞാനസങ്കല്പത്തെ തന്നെ രൂപപ്പെടുത്തുന്നതിൽ നേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നതിനുള്ള ഒരു നിർണായകത്വം മനസ്സിലാക്കിയാൽ, ഇപ്പൊ ഹോസ്ബോം പറയുന്നുണ്ടല്ലോ, ദേശീയത ഉണ്ടാവണമെങ്കിൽ തെറ്റായ ഒരു ചരിത്രം ഉണ്ടാവണം. തെറ്റായ ഒരു ചരിത്രമില്ലാതെ നിങ്ങൾക്ക് ദേശീയത ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ഇതിന് എടശ്ശേരി പറഞ്ഞതാണ്, ഈ ഭൂതകാലത്ത് ഇങ്ങനെ പെരുപ്പിച്ചെടുത്തിട്ട് അതിൻ്റെ ഒരു നേർവലയിൽ നമ്മൾ ഇവിടെ വരെ എത്തിയെന്ന് സ്ഥാപിച്ചെടുക്കലാണല്ലോ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഏർപ്പാട്. ഇത് തികഞ്ഞ അസംബന്ധമാണ് എന്നായിരുന്നു കേസരിയുടെ ഒരു കാഴ്ചപ്പാട്. അതുകൊണ്ട് അദ്ദേഹം ദേശീയതയുടെ നിശിത വിമർശകനാവുകയും മനുഷ്യവംശം എന്നത് അടിസ്ഥാനപരമായി ഒരു വലിയ പങ്കുവയ്പ്പിന്റെ കഥയിലാണ് നിൽക്കുന്നത് എന്ന് കരുതുകയും ചെയ്തു. കേസരി സാർവദേശീയതയെ കാണുന്നത് വളരെ കൗതുകകരമായ നിലയിലാണ്. അദ്ദേഹം സാർവദേശീയതയെ കാണുന്നത് പാരീസിലോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലോ ലോകത്തിന്റെ മറ്റേതെങ്കിലും കോണിലോ അല്ല, മറിച്ച് അദ്ദേഹം സാർവദേശീയതയെ കാണുന്നത് നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെയാണ്. ഇതാണ് കേസരിയുടെ സാർവദേശീയത സങ്കല്പത്തിന്റെ ഒരു നിർണായകമായ വ്യത്യാസം. കളമെഴുത്തിനെ കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പഠനത്തിൽ കേസരി പറയുന്നത് അറബ് അംഗചിത്രണ രീതിയും അതുപോലെ തന്നെ അജന്തയുടെ രേഖാരൂപ സംവിധാനവും കൂടി കലർന്നിട്ടാണ് കേരളത്തിലെ കളമെഴുത്തുണ്ടാവുന്നത്. ഇതോടെ ഈ സാർവദേശീയം എന്ന് പറയുന്നത് ഏതോ ലോകത്ത് നടക്കുന്ന കാര്യമല്ല, നമ്മൾ വളരെ പ്രാദേശികമെന്ന് പറയുന്നതിനകത്ത് പ്രവർത്തിക്കുന്ന ഒന്നാണ് സാർവദേശീയം എന്ന് അദ്ദേഹം പറയും. അതുകൊണ്ട് അദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ വിജയമാഷ് പറയുന്ന ഒരു വാക്യമുണ്ട്, ഐതിഹ്യങ്ങളുടെ തോണിയിൽ കയറി സഞ്ചരിച്ചാലേ അത് നിങ്ങളുടെ കടവിൽ എത്തുന്നതിന് മുമ്പ് ഒരുപാട് കടവുകളിൽ അടുത്തിരുന്നു എന്ന് നമ്മോട് പറയുന്ന ഒരാളാണ് കേസരി ബാലകൃഷ്ണൻ. ഒരു ഐതിഹ്യം നിങ്ങളുടെ പഞ്ചായത്തിലേക്ക് മാത്രമായിട്ട് ഒരു ഐതിഹ്യമില്ല, മറിച്ച് മനുഷ്യവംശം ഇങ്ങനെ കൈമാറി പോരുന്നതാണ്. ഈ കൈമാറ്റത്തിന്റെ ചരിത്രത്തെ പിടിക്കാനാണ് കേസരി ചരിത്രത്തിൽ ഇടപെട്ടത്, അല്ലാതെ രാഷ്ട്രത്തിന്റെ ചരിത്രം ഉണ്ടാക്കാനല്ല. വാസ്തവത്തിൽ നമ്മുടെ ആധുനിക ചരിത്ര നിർമ്മാണത്തിന്റെ അടിസ്ഥാന രീതി ശാസ്ത്രത്തിനെതിരായ കേരളത്തിലെ ആദ്യത്തെ വിമർശനം കേസരിയുടേതാണ്. ദേശീയവാദപരമോ ദേശരാഷ്ട്രപരവുമായ ഒരു ചരിത്രവും സാധുവല്ല എന്നും അത് അടിസ്ഥാനപരമായി ഭരണകൂട ചരിത്രത്തെ മാത്രമേ മുൻനിർത്തുന്നുള്ളൂ എന്നും അത് ആധുനിക രാഷ്ട്രത്തിന്റെ ഒരു രാഷ്ട്രീയ ആവശ്യത്തെ ചരിത്ര വിജ്ഞാനമാക്കി മാറ്റുന്ന ഏർപ്പാടാണ് എന്നും കേസരി മനസ്സിലാക്കിയിരുന്നു. നമ്മളിപ്പോൾ നാഷണൽ സ്റ്റേറ്റിനോടുള്ള ക്രിട്ടിക് എന്നൊക്കെ പറയുമല്ലോ, കേസരി വാക്കുപയോഗിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ ചരിത്രത്തെ ദേശീയമായി കാണുന്നതിൽ ഒരർത്ഥവുമില്ല. മനുഷ്യവംശത്തിന്റെ വലിയ പങ്കുവയ്പിലാണ് ചരിത്രം തിരയേണ്ടത് എന്നത് കേസരിയുടെ. അതുകൊണ്ട് തന്നെ ഈ യൂറോസെൻട്രിക്കായ ഒരു ആധുനിക ചരിത്രാവതരണ രീതിയോട് കേസരിക്ക് വലിയ വിയോജിപ്പുകളും ഉണ്ടായിരുന്നു. അങ്ങനെ ദേശീയതാ വിമർശനത്തിന് പല അടരുകളുണ്ട് കേട്ടോ. ഇപ്പോൾ
വള്ളത്തോട് കവിത എഴുതിയല്ലോ. ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാൽ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. അപ്പൊ കേസരി ചോദിച്ചു, അപ്പൊ തൃശ്ശൂർ എന്ന് കേട്ടാൽ എന്ത് ചെയ്യും എന്നാണ്. ഇതൊരു പ്രശ്നമാണ്. കാരണം ഈ ഭാരതം എന്ന് കേൾക്കുമ്പോൾ കുറച്ച് വികാരമുണ്ട്, കേരളം എന്ന് കേൾക്കുമ്പോൾ കുറച്ചുകൂടി കൂടി, അവസാനം നിങ്ങളുടെ തറവാട്ടുകാർ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കളിയില്ലാണ്ടാവില്ല. ഇതൊരു ചോദ്യമായിട്ട് കേസരി അന്ന് കേൾക്കുന്നത് ഇതൊരു വലിയ ക്രിട്ടിക്കാണ്. കാരണം ഇങ്ങനെ ഒരാശയത്തെയാണോ നമ്മൾ എടുക്കേണ്ടത്, അതോ തിരിച്ചാലോചിക്കുകയാണോ വേണ്ടത്? നിങ്ങളുടെ വീട്ടുമുറ്റത്ത് കാണുന്നതിൽ ഇപ്പൊ കേസരി പറയുന്നുണ്ട്, കേരളത്തിലെ നാലുകെട്ടിന്റെ പഠിപ്പുര ആദ്യം ഉണ്ടാക്കിയത് ചൈനക്കാരാണ്. ചൈനീസ് വാസ്തുവിദ്യയിലാണ് പഠിപ്പുര ഉള്ളത്. ആ പഠിപ്പുരയാണ് കേരളത്തിൽ വന്നത്. നായർ സ്ത്രീകളെ കൊണ്ട കെട്ടുന്ന രീതി, മുടി കെട്ടുന്ന രീതി ചൈനീസ് കേശാലങ്കാര രീതിയാണ്. ഇതിനെയാണ് നമ്മൾ തനിമ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ തനിമ, തദ്ദേശീയത, സ്വകീയത എന്നൊക്കെ പറയുന്നത് അപ്പുറം നോക്കാനുള്ള കഴിവില്ലായ്മയുടെ കൂടി പേരാണ്. വിജയമാഷ് പറയും, അമ്പിളി നമ്മുടെ മാനത്താണ് വിളിച്ചതെന്ന് പറയാൻ നമുക്ക് നല്ല അവകാശമുണ്ട്. എപ്പോ വരെയാണെന്ന് ചോദിച്ചാൽ അപ്പുറപ്പുറത്തെ പറമ്പിൽ പോയി നോക്കുന്നത് വരെ. നോക്കിയാൽ അവിടെയും ചന്ദ്രൻ വിളിച്ചിട്ടുണ്ട്. നോക്കാതിരിക്കുന്നതിന്റെ പേരാണ് രാജ്യസ്നേഹം. അപ്പോ ഇത് കേസരി അന്നേ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നോക്കൂ നിങ്ങൾ ഈ പറയുന്നത് ശരിയല്ല. അപ്പോ വള്ളത്തോൾ അക്കാലത്ത് കലാമണ്ഡലം സ്ഥാപിക്കാൻ വേണ്ടി ഏർപ്പെടുന്നു. അപ്പൊ വള്ളത്തോൾ പറഞ്ഞു, കാവി ഖബർ ധരിച്ചിട്ട് കേരളം മുഴുവൻ നടന്ന് പണം പിരിക്കാൻ പോവുക കലാമണ്ഡലം സ്ഥാപിക്കാൻ. കേസരി അതിനെ കുറിച്ച് മോപ്രസംഗം എഴുതി. എന്ത് വന്നാലും മൂപ്പര് മോപ്രസംഗം എഴുതി. ഒരു ദിവസമൊന്നും അല്ലാണ്ട് ഒരു മോപ്രസംഗം, ചിലപ്പോൾ 3 ദിവസമൊക്കെ ഒരു മോപ്രസംഗം തുടരും. കാരണം ഇത് പറയാനുള്ളത് മുഴുവൻ പറയണം. അത് പ്രബോധകന്റെ ആമുഖ പ്രസ്താവനയിൽ പറയുന്നുണ്ട്, വാർത്താ വിതരണമല്ല വാർത്താ വിശകലനമാണ് ഞങ്ങളുടെ താല്പര്യം. ഇന്ന് വാസ്തവത്തിൽ പൂർണ്ണമായി ഇല്ലാണ്ടായതാണ്. എന്നിട്ട് അദ്ദേഹം ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന 2 വൻ പ്രതിസന്ധികൾ പ്രബോധകന്റെ ആമുഖ പ്രസ്താവനയിൽ കേസരി പറയുന്നുണ്ട്. ഒന്ന്, ഉള്ള പത്രങ്ങൾ കൂടുതൽ വലുതാവുന്നതാണോ അതോ പുതിയ പുതിയ ചെറിയ പത്രങ്ങൾ ഉണ്ടാകുന്നതാണോ നല്ലത് എന്നൊരു ചോദ്യം ധാരാളമായിട്ട് ഇപ്പോൾ ഉണ്ട്. പത്രങ്ങളുടെ വളർച്ചയ്ക്കും പത്രപ്രവർത്തകരുടെ ജീവിതത്തിനും നല്ലത് ഉള്ള പത്രങ്ങൾ വലുതാവുന്നതാണ് എന്നൊരു വാദമുണ്ട്. പക്ഷെ ഞങ്ങൾ അതിനോട് യോജിക്കുന്നില്ല. എന്നിട്ട് കേസരി പറഞ്ഞ കാര്യം, അങ്ങനെയായാൽ 2 അപകടമുണ്ട്. ഒന്ന്, ഉള്ള പത്രങ്ങൾ വലുതാവുന്നതോടെ പത്രങ്ങൾക്ക് സവിശേഷമായ താല്പര്യങ്ങൾ വരും. അതിൻ്റെ ഉടമസ്ഥരുടെ താല്പര്യങ്ങൾക്ക് അത് കീഴ്പ്പെടുകയും പത്രധർമ്മം നിർവഹിക്കാൻ, അദ്ദേഹം പറയുന്നത് വാർത്ത എത്തിക്കലല്ല, മറിച്ച് വാർത്തയെ വിമർശനാത്മകമായി നോക്കാനുള്ള ഒരു പ്രേരണ ജനസമൂഹത്തിന് ഉണ്ടാക്കി കൊടുക്കലാണ് പത്രത്തിന്റെ. പുള്ളി പറയുന്നുണ്ട്, പത്രപ്രവർത്തകർ ജഡ്ജിമാരല്ല, അവർ ജഡ്ജിമാരെ പോലെ നിഷ്പക്ഷരല്ല, മറിച്ച് ജനാധിപത്യത്തിന്റെ വക്കീലന്മാരാണ്. അതുകൊണ്ട് പത്രം വക്കീലാണ്, ജഡ്ജി അല്ല. ഇത് സാധ്യമാവേണ്ടി വരും. നിങ്ങളൊരു പൊസിഷനിൽ നിൽക്കും. രണ്ടാമത് അദ്ദേഹം പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വാർത്താ വിതരണത്തിൽ ഊന്നിക്കഴിഞ്ഞാല് കൂടുതൽ കൂടുതൽ പ്രാദേശിക വാർത്തകൾ എത്തിക്കാനും കോപ്പി വർദ്ധിപ്പിക്കാനും അത് സഹായകമാകുമെങ്കിലും ക്രിട്ടിക്കൽ സെൻസിബിലിറ്റി ഒരു സമൂഹത്തിന് ഉണ്ടാക്കാൻ, ഈ വാക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നില്ല, സാമൂഹികമായ ജാഗ്രത ഉണ്ടാക്കാൻ ഈ പത്രം സഹായിക്കില്ല. അതുകൊണ്ട് ഈ പത്രത്തിന് നല്ലത് വാർത്താ വിതരണമാണെങ്കിലും ഞങ്ങൾ അത് സ്വീകരിക്കുന്നില്ല എന്ന് 1930 എഴുതി. മാത്രമല്ല, സാഹിത്യകലാ പ്രവർത്തനം, ശാസ്ത്രവിജ്ഞാന പ്രവർത്തനം, രാഷ്ട്രീയ വിമർശനം, സുന്ദരകലാ നിരൂപണം, ഈ 4 കാര്യങ്ങളാണ് തൻ്റെ പത്രത്തിന്റെ കേന്ദ്രത്തിൽ ഉണ്ടാവുക എന്നും അദ്ദേഹം പറയുന്നുണ്ട്. സുന്ദരകലാ നിരൂപണം എന്നൊക്കെ പറഞ്ഞാല് കേരളത്തിൽ എന്താണ് എന്ന് തന്നെ നിശ്ചയമില്ലാത്തൊരു കാലമാണ് കേട്ടോ. കേസരിയുടെ ഒരു ശേഷി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിക്കാസോ ഗുർണിക്ക വരച്ച് 1937 മറ്റാണ് ഗുർണിക്ക വരയ്ക്കുന്നത്. 2 കൊല്ലത്തിനുള്ളിൽ കേസരി അതേക്കുറിച്ച് 12 പേജുള്ള ലേഖനം എഴുതി. അന്ന് കേരളത്തിൽ പിക്കാസ് എന്ന് വരെ എത്തിയിട്ടുള്ളൂ, പിക്കാസോ ആയിട്ടില്ല. അതാവാൻ കുറച്ച് കാലം കൂടി എടുക്കും. അപ്പോഴേക്കും കേസരി ഇത് എഴുതി കഴിഞ്ഞിരുന്നു. ഈ അതിൻ്റെ ശൈലീപരമായ രചനാപരമായ വിശകലനമൊക്കെ നടത്തുകയും സെവറിനിയെ പോലെ ചിത്രകാരന്മാർ അബ്സ്ട്രാക്ട് പെയിന്റിങ്ങിന് നൽകിയ വിശദീകരണങ്ങളെ പുള്ളി തിരുത്തുന്നുണ്ട്. സെവറിനി പറയുന്നത് ഈ കേവല രൂപങ്ങൾ കൊണ്ട് കലയുണ്ടാക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് എന്ന് സെവറിനി പറയുന്ന സമയത്ത് കേസരി പറഞ്ഞത് കേവല രൂപങ്ങളുടെ കല മാത്രമല്ല, പുതിയ ഒരു സന്ദർഭം വന്നിരിക്കുന്നു. ആ പുതിയ സന്ദർഭം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് യന്ത്രനാഗരികത നമ്മളുടെ ജീവിതത്തില് പ്രധാനമായിരിക്കുന്നു. എന്നിട്ട് അബ്സ്ട്രാക്ട് പെയിന്റിങ്ങിനെ കുറിച്ച് കേസരി നടത്തുന്ന ഒരു ഒബ്സർവേഷൻ, സ്റ്റാർട്ടാക്കി നിർത്തിയ ഒരു കാറിന്റെ ഊർജത്തെ വരയ്ക്കാൻ കഴിയുമോ എന്നതാണ് അബ്സ്ട്രാക്ട് പെയിന്റിങ്.
അല്ലാതെ വെറുതെ അമൂർത്തമായ കുറെ കള്ളി വരയ്ക്കലല്ല. സ്റ്റാർട്ടാക്കി നിർത്തിയ ഒരു കാറിൽ ഊർജ്ജമുണ്ട്, പക്ഷെ അത് ഓടുന്നില്ല. ഓടുന്ന കാർ നിങ്ങൾക്ക് വരയ്ക്കാം. സ്റ്റാർട്ടാക്കി നിർത്തിയ ഒരു കാറിന്റെ ഊർജ്ജത്തെ വരയ്ക്കാൻ കഴിയുമോ എന്ന പ്രശ്നമാണ് വാസ്തവത്തിൽ അബ്സ്ട്രാക്ട് പെയിന്റിങ് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇതൊക്കെ ഒരുപക്ഷെ ഇന്ന് പറഞ്ഞാലും തിരിയാൻ പ്രയാസമുള്ള ആശയമാണ്. അങ്ങനെയുള്ള എത്രയോ കാര്യങ്ങൾ അന്ന് കലാചിന്തയിൽ അദ്ദേഹം കൊണ്ടുവരികയും തൻ്റെ കലാദർശനത്തെ, സാഹിത്യ വിമർശനത്തെ അടിസ്ഥാനപരമായി അദ്ദേഹം ഒരു സംസ്കാര ചരിത്രത്തിന്റെ ഒരു ബന്ധത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. സംസ്കാര ചരിത്രം അതിനകത്തുള്ള ഒരു പ്രവൃത്തിയാണ് കല. അല്ലാതെ കല ഒരു നിർമ്മാണ പ്രവൃത്തിയാണെന്ന് അദ്ദേഹം കരുതിയിരുന്നു. സൃഷ്ടി എന്നുള്ള വാക്കൊന്നും ഉപയോഗിക്കുന്നില്ല. പലതും ഉണ്ടാക്കുന്നത് പോലെ ഉപയോഗപ്രദമായ സാധനങ്ങൾ നിർമ്മിക്കാനുള്ള പലതരം പ്രവൃത്തികളിൽ ഒന്നാണ് കലയും എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് സംശയം ഉണ്ടായിരുന്നില്ല. പക്ഷെ കലയ്ക്ക് വലിയ ധർമ്മമുണ്ട് എന്ന് കരുതുന്നു. നവലോകം എന്നതാണ് കേസരിയുടെ ആദ്യത്തെ പ്രധാനപ്പെട്ട ഗ്രന്ഥത്തിന്റെ പേര്. അതിന് മുമ്പ് അദ്ദേഹം എഴുതിയിട്ടൊക്കെ ഉണ്ട്, പക്ഷെ പ്രധാനപ്പെട്ട ഗ്രന്ഥം വരുന്നത് നവലോകമാണ്. 20കളുടെ 30കളുടെ തുടക്കത്തിൽ. അതിൽ അദ്ദേഹം ഒരു വാക്യം എഴുതുന്നത്, ഇന്ന് സൃഷ്ടിയിലിരിക്കുന്ന നവലോകത്തിന്റെ നിർമ്മിതിയിൽ കലയ്ക്ക് സുപ്രധാനമായ ചില പങ്കുകൾ വഹിക്കാനുണ്ട് എന്നാണ്. അങ്ങനെ കല എന്ന് പറയുന്നത് ഒരു നിർമ്മാണ സാമഗ്രിയാണ്, അല്ലാതെ ഒരു പ്രതിഫലന സാമഗ്രിയോ പ്രതിനിധാന രൂപങ്ങളോ അല്ല എന്നത്. റെപ്രസെന്റേഷണൽ അല്ല, അല്ലെങ്കിൽ റിഫ്ലക്റ്റീവ് അല്ല, മറിച്ച് കോൺസ്റ്റിറ്റ്യൂട്ടീവാണ്. സമൂഹ നിർമ്മിതിയിൽ പങ്കുചേരുന്ന ഒരു സാധനമാണ് കല. അല്ലാതെ കല വേറെ ജോലിയൊന്നുമില്ലാത്ത ആളുകൾ ആസ്വദിക്കുന്ന ഒരു സൗന്ദര്യ വസ്തു എന്ന നിലയിലല്ല കാണേണ്ടത്. ഒരു നിർമ്മാണ സാമഗ്രിയാണ്. ആധുനിക ലോകത്തിന്റെ നിർമ്മിതിയിൽ അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു റോളുണ്ട് എന്നാണ് കരുതിയത്. അതൊരു പുതിയ ലോകം 1922 തിരുവനന്തപുരത്ത് തിരുവിതാംകൂർ യൂത്ത് ലീഗിന്റെ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കാൻ ആരെയും കിട്ടാണ്ടായപ്പോ അവരവസാനം വിളിച്ചുകൊണ്ട് പോയത് കേസരിയാണ്. തിരുവിതാംകൂർ യൂത്ത് ലീഗാണ് കേരളത്തിലെ ഒരു ലെഫ്റ്റ് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഒരു തുടക്കം എന്ന് വിളിക്കാം. അതാണ് പിന്നെ കമ്മ്യൂണിസ്റ്റ് ലീഗായി തീർന്നു. അങ്ങനെ തിരുവിതാംകൂറിലെ ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ ആരംഭം യൂത്ത് ലീഗാണ്. പൊന്നാറ ശ്രീധറും ഒക്കെയാണ് അതിന്റെ പ്രവർത്തകർ. അപ്പൊ അതിൽ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കാനൊന്നും ആരും ഉണ്ടായിട്ടില്ല. കേസരിയാണ് 22ലെ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്നത്. ആ അധ്യക്ഷ പ്രസംഗത്തിൽ കേസരി പറയുന്ന കാര്യം, യുവാക്കളായ രാഷ്ട്രീയ പ്രവർത്തകർ രാഷ്ട്രീയ കാര്യങ്ങളിൽ പരിജ്ഞാനം നേടുന്നത് പോലെ സൗന്ദര്യ സാഹിത്യ കാര്യങ്ങളിലും പരിജ്ഞാനമുള്ളവരാകണം എന്ന് പറയുന്നത്. ഈ സാഹിത്യവും സൗന്ദര്യവും കലയും എന്ന് പറയുന്നത് ആധുനികത ഉണ്ടാക്കിയ വലിയൊരു കാഴ്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ കലയും സാഹിത്യവും ഒക്കെ ഒരു ആന്തരികമായ അനുഭൂതിയുടെ മണ്ഡലത്തിലുണ്ടാകുന്നു. ഈ അനുഭൂതിയെ ലോകത്തിന് നിങ്ങൾ ഏതെങ്കിലും മാധ്യമത്തിലൂടെ കൈമാറുന്ന ഒന്നാണ് കലയുടെ ലോകം എന്നാണ്. കലയുടെ ഉൽപ്പത്തി എന്ന് പറയുന്നത് ആധുനികത ജന്മം നൽകിയ ഒരു കേവല വ്യക്തി സങ്കല്പമുണ്ട്. ആ വ്യക്തിയുടെ അനുഭൂതി മണ്ഡലം എന്നൊരു സങ്കല്പമുണ്ട്. ആ അനുഭൂതി മണ്ഡലത്തിലാണ് കല പിറക്കുന്നത്. അത് ഏതെങ്കിലും ഒരു മാധ്യമത്തിലൂടെ ലോകത്തിലേക്ക് പകരുകയാണ് കലാപ്രവർത്തനത്തിൽ കലാകാരനും കലാകാരിയും ഒക്കെ ചെയ്യുന്നത്. ക്രോച്ചയെ പോലെ ഒരാൾ പറഞ്ഞത്, ഇത് പകർന്നില്ലെങ്കിലും കലയുണ്ട് എന്നാണ്. നിങ്ങൾക്ക് അനുഭവവേദ്യമായ കലയായി, പിന്നെ പകരുന്നോ ഇല്ലെന്നുള്ളത് സെക്കൻഡറി ആണ് എന്ന് ക്രോച്ചയൊക്കെ പറയുന്നുണ്ട്. കേസരി ക്രോച്ചയെ സമ്പൂർണ്ണമായി തള്ളിക്കളഞ്ഞ ഒരാളാണ്. അപരോക്ഷാനുഭൂതിക്ക് പ്രാധാന്യം നൽകുന്ന ക്രോച്ചയുടെ വീക്ഷണത്തിന് യാതൊരു അർത്ഥവുമില്ല എന്നാണ് കേസരി പറയുന്നത്. കേസരിയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്രോച്ച എന്ന് പറഞ്ഞാൽ ഹെഗൽ എന്ന് പറഞ്ഞാൽ മൂപ്പർക്ക് പേടിയാവുന്നില്ല. എന്നെ പോലെ ഒരാളാണ് എന്ന നിലയ്ക്കേ ഉള്ളൂ. ഒരുപക്ഷെ കേരളത്തിൽ അങ്ങനെ ഒരു സ്വാഭിമാനത്തോടെ ഇവരെ കൈകാര്യം ചെയ്യാൻ ശേഷി ഉണ്ടായിരുന്ന ചുരുക്കം പേരിൽ ഒരാളാണ് കേസരി ബാലകൃഷ്ണപിള്ള. നമ്മുടെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചിന്തയ്ക്ക് എന്തെങ്കിലും ബലമുണ്ട് എന്ന് തോന്നണമെങ്കിൽ നമുക്ക് ഈ ധാരാളം പിന്തുണകളും യൂറോപ്പിന്റെ അംഗീകാരങ്ങളും ഒക്കെ വേണം. കേസരി അത് ആലോചിച്ചിരുന്നേ ഇല്ല. കേസരി ഇപ്പൊ ഫ്രോയിഡിനെ വലിയ തോതിൽ പിന്തുണച്ച ഒരാളാണ്, ഫ്രോയിഡിനെ വലിയ തോതിൽ ഉയർത്തിപ്പിടിച്ച ആളാണ്. പക്ഷെ ഫ്രോയിഡിന്റെ ആശയങ്ങൾ തെറ്റുണ്ടെന്ന് അദ്ദേഹം 1937 തന്നെ എഴുതുന്നുണ്ട്. ഫ്രോയിഡ് ജീവിച്ചിരിക്കുമ്പോൾ പുള്ളി എഴുതിയിട്ടുണ്ട് ഫ്രോയിഡിന്റെ ആശയങ്ങൾ തെറ്റാണ്. രതി സാമ്രാജ്യത്തിന്റെ നിരൂപണം എഴുതുന്ന സമയത്ത് കേസരി നമ്മളെ നാലപ്പാടൻ മലയാളത്തിൽ എഴുതിയ ആദ്യത്തെ ലൈംഗിക വിജ്ഞാന ഗ്രന്ഥമാണല്ലോ. അതിൽ കേസരി പറയുന്ന ഒരു കാര്യം, നാലപ്പാടന്റെ പുസ്തകം വലിയ തോതിൽ അന്ന് പ്രകീർത്തിക്കപ്പെട്ടതാണ്. കേസരി ഒരു 13-14 പേജ് ദൈർഘ്യമുള്ള പുസ്തക നിരൂപണം എഴുതുന്നത്. കേസരി അതിൽ പറഞ്ഞ കാര്യം,
വെറും ഒരു വിവരണ ഗ്രന്ഥകാരനായ ഹാവ്ലോക്ക് എല്ലിസിനെ ആശ്രയിച്ചിട്ടാണ് ഈ നാലപ്പാടൻ ഇത് മുഴുവൻ എഴുതിയിരിക്കുന്നത്. അല്ലാതെ അടിസ്ഥാന ജ്ഞാനമൊന്നും ഇദ്ദേഹത്തിനില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി. എന്നിട്ട് വളരെ രസമുള്ള ഒരു ഒബ്സർവേഷൻ ഉണ്ട്. ഈ എന്താണ് സന്താന നിയന്ത്രണം പാടില്ല എന്ന് ഈ നാലപ്പാടനും പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നത് അതൊരു ക്രൈസ്തവ യുക്തിയാണ്, ക്രൈസ്തവ സദാചാരത്തിന്റെ യുക്തിയാണ്, ഇന്ത്യയിൽ അതിന് യാതൊരു പ്രാധാന്യമില്ല എന്ന് പറഞ്ഞിട്ട് ഈ സന്താന നിയന്ത്രണം ഇന്ത്യയിൽ അനുവദനീയമായിരുന്നു എന്നുള്ളതിന് തെളിവ് കേസരി കൊണ്ടുവരുന്നത് അത്ഭുതകരമാണ്. ബൃഹദാരണ്യ ഉപനിഷത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സാധനത്തിന് തെളിവ് കണ്ടുപിടിച്ച ഒരേ ഒരാള് കേസരിയായിരിക്കും. കേസരി ബൃഹദാരണ്യ ഉപനിഷത്തിൽ നിന്ന് തെളിവെടുത്തിട്ടാണ് രതി എന്ന് പറയുന്നത് ഊർജത്തിനും ആനന്ദത്തിനും വേണ്ടിയിട്ടുള്ളതായിട്ടാണ് ഇന്ത്യക്കാർ കണ്ടത്. അല്ലാതെ സന്താന ഉൽപ്പത്തി എന്നത് രതിയുടെ ഒരു താല്പര്യമേ ആകേണ്ടതില്ല. അതുകൊണ്ട് സന്താന നിയന്ത്രണം വളരെ സ്വാഭാവികമാണ് എന്ന് കേസരി വാദിക്കുകയും സന്താന നിയന്ത്രണം നടപ്പാക്കണമെന്ന് 1937 അദ്ദേഹം എഴുതുകയും 34 അദ്ദേഹം കേസരി പത്രത്തിൽ എഴുതുകയും ഒരു പടി കൂടി കടന്നിട്ട് ജനിപ്പിക്കുന്ന കുഞ്ഞുങ്ങളെ സാംസ്കാരികമായിട്ടും ബൗദ്ധികമായിട്ടും വളർത്താൻ ശേഷിയുള്ളവരാണ് മാതാപിതാക്കൾ എന്ന് ഉറപ്പുവരുത്തിയിട്ട് അവർക്ക് ലൈസൻസ് കൊടുത്തിട്ട് സന്താനോത്പാദനത്തിന് അനുവാദം കൊടുക്കാവുന്ന എഴുതിയിട്ടുണ്ട്. പ്രസവിക്കാൻ ലൈസൻസ് വേണമെന്ന് കേസരി പറയും. അതൊക്കെ ആ കാലത്ത് കേട്ട ആളുകൾ വല്ലാതെ ക്ഷോഭിച്ച ആശയങ്ങളാണ്. പക്ഷെ കേസരി അങ്ങനെ കരുതിയിരുന്നത്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആധുനികതയുടെ സ്ഥാപന മൂല്യങ്ങളോട് കേസരി നടത്തിയ ഏറ്റുമുട്ടൽ, അത് ദേശീയതയാകട്ടെ, വ്യക്തിബോധമാകട്ടെ, കുടുംബമാകട്ടെ, ഇതൊക്കെ ഈ കുടുംബം എന്നുള്ളതിനെ, ഇന്ത്യൻ കുടുംബ സങ്കല്പത്തെ കേസരിയാണ് ഏറ്റവും ഷാർപ്പായി വിമർശിക്കുന്നത്. പുരുഷനെ വിത്തുകാളയും വീട്ടുതമ്പ്രാനുമാക്കിക്കൊണ്ടും സ്ത്രീകളെ പേറ്റുമൃഗങ്ങളും അടുക്കള ചക്കികളുമാക്കി മാറ്റിക്കൊണ്ടുമാണ് പുകഴ്പെറ്റ ഭാരതീയ സംസ്കാരം ഇവിടെ നിലനിന്നു പോരുന്നത്. ഇതാണ് വാക്യം. ഫാസിസ്റ്റ് സംസ്കാരം എന്ന പോലെ, അത് അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ഫാസിസ്റ്റ് സംസ്കാരം എന്ന പോലെ സ്ത്രീകളെ അടുക്കള ചക്കികളും പേറ്റുമൃഗങ്ങളുമാക്കി മാറ്റിക്കൊണ്ടും പുരുഷന്മാരെ വിത്തുകാളകളും വീട്ടുതമ്പ്രാക്കന്മാരുമാക്കിക്കൊണ്ടുമാണ് പുകഴ്പെറ്റ ഭാരതീയ സംസ്കാരം നിലനിൽക്കുന്നത് എന്നിങ്ങനെ നിശ്ചിതമായി ആക്രമിക്കാൻ കേസരി ശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു കലാചിന്തകൻ എന്ന നിലയിൽ കലയിലും സാഹിത്യത്തിലും അദ്ദേഹം നടത്തുന്ന ഇടപെടലുകളുടെ രണ്ട് പ്രാധാന്യം എന്താന്ന് വെച്ചാൽ, ഒന്ന്, കലയ്ക്ക് ഒരു സാമൂഹിക അടിസ്ഥാനമുണ്ട്. വാസ്തവത്തിൽ കേരളത്തിലെ ചരിത്രപരവും ഭൗതികവുമായ കലാനിരൂപണത്തിന്റെ സാഹിത്യ ചിന്തയുടെ പ്രാരംഭസ്ഥാനം കേസരി ബാലകൃഷ്ണപിള്ളയാണ്. അത് വേണ്ട അളവിൽ, കാരണം അദ്ദേഹം പക്ഷെ ചരിത്രത്തെയോ ഭൗതികതയോ കാണുന്നത് ഈ അതിന്റെ സാമാന്യ അർത്ഥത്തിലല്ല. ഇപ്പോ ഒരു ഭൗതികമാണ് എന്ന് അദ്ദേഹം കരുതുന്നത് ഭൗതിക വസ്തുക്കളെ മാത്രമല്ല. അപ്പൊ അദ്ദേഹം ഈ കലാപ്രസ്ഥാനങ്ങൾക്കൊക്കെ പേരിടുന്നത് തന്നെ സവിശേഷമായ രീതിയിലാണ്. വളരെ ആലങ്കാരികമായ ധാരാളം പേരുകൾ കേരളത്തിലുണ്ട്. അതൊന്നും കേസരി പൊതുവെ സ്വീകരിക്കില്ല. ഇപ്പൊ റിയലിസത്തിന് യഥാതഥ പ്രസ്ഥാനം, യഥാതഥമുള്ളതിനെ അതുപോലെ തന്നെ കാണിക്കുക. കേസരി പക്ഷെ അത് സ്വീകരിച്ചിട്ടില്ല. കേസരി വേറൊരു പേര് മലയാളത്തിൽ ഇട്ടത് പരാജയ പ്രസ്ഥാനം. ഇത് ചെറിയ വ്യത്യാസമല്ല. കാരണം യഥാതഥം എന്ന് പറയുന്നത് റിയലിസ്റ്റ് ടെക്നിക്കാണ്, ഉള്ളതിനെ അതുപോലെ വരയ്ക്കുക. മറിച്ചൊരു മൂവ്മെന്റ് എന്ന നിലയ്ക്ക് റിയലിസം വികസിച്ചു വന്നത് സാമൂഹികമായ ജീർണതകളുടെ ആകത്തുകയിൽ വ്യക്തികളുടെ ജീവിതം ദുരന്തപൂർണമായി തകരുന്നതിന് ചിത്രീകരിച്ചു. അതുകൊണ്ട് സമുദായത്തിന്റെ ജീർണത വ്യക്തികളെ തകർക്കുന്നു. ആ തകർച്ചയെ ആവിഷ്കരിക്കലാണ് റിയലിസം. അതുകൊണ്ട് റിയലിസം പരാജയപ്പെടുന്ന മനുഷ്യന്റെ കഥയാണ്. ആ പരാജയത്തിന്റെ കാരണമാകട്ടെ മറ്റേ ഗ്രീക്ക് ദുരന്ത നാടകത്തിലേതുപോലെ വ്യക്തിയുടെ ആന്തരികമായ വൈരുദ്ധ്യമല്ല, മറിച്ച് ഗ്രീക്ക് നാടകത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് സമൂഹ ജീർണതയാണ്. ഈ സമൂഹ ജീർണതയെ കേന്ദ്രത്തിൽ പെടുത്തുക എന്നുള്ളതാണ് കേസരി പരാജയം എന്ന് പറഞ്ഞപ്പോ പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മുടെ വളരെ മനോഹരമായ കാൽപ്പനികത എന്ന വാക്കുണ്ടല്ലോ, റൊമാൻറ്റിസിസത്തിനുള്ളത്. കേസരി അത് സ്വീകരിച്ചിട്ടില്ല. കേസരി സ്വീകരിച്ചത് മനം നോക്കി എന്നാണ്. മനം നോക്കി പ്രസ്ഥാനം. കാരണം ഈ കാൽപ്പനികത എന്നുള്ളത് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിലും എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ പിന്നെ ഡിക്ഷണറി നോക്കണമല്ലോ. റൊമാൻറ്റിസിസത്തിന്റെ മലയാളമാണ് കാൽപ്പനികത എന്ന് മനസ്സിലായാലേ നിങ്ങൾക്ക് കാൽപ്പനികത എന്ന് മനസ്സിലാവുള്ളൂ. കേസരി പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാല് വ്യക്തികള് തങ്ങളുടെ ആന്തരിക ലോകത്തെ പ്രധാനമാക്കുകയും ഈ ആന്തരികതയിലെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുകയും ചെയ്യുന്നതോടെ വ്യക്തികളുടെ കഴിവുകൾക്ക് അതിരില്ലാതായി തീരുന്നു.
ആ അതിരില്ലായ്മയിലേക്ക് പറക്കാൻ പാകത്തിന് ആന്തരികതയ്ക്ക് കിട്ടിയ ബലമാണ് കാൽപ്പനികതയുടെ റൊമാൻറ്റിസിസത്തിന്റെ അടിസ്ഥാനം. അതുകൊണ്ട് അത് മനംനോക്കിയാണ്, മനസ്സിലേക്കാണ് നോക്കുക. ഇങ്ങനെ ഒരു വാക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നത് വെറുതെ അല്ല, മറിച്ച് ഇപ്പൊ സർറിയലിസത്തിന് അദ്ദേഹം ഉപയോഗിച്ചത് സ്വപ്നാത്മക പ്രസ്ഥാനം, ഫോയിസത്തിന് ഉപയോഗിച്ചത് കേട്ടാൻ പേടിയാവുന്നൊരു വാക്കാണ് കാടത്താത്മകത്വം. കാടത്താത്മകത്വം. സൗന്ദര്യമൊന്നും മൂപ്പർക്ക് പ്രശ്നമല്ല, പറയുന്നതിന്റെ കൃത്യതയിലാണ് കേസരി ഊന്നിയത്, അല്ലാതെ പറയുന്നത് സുന്ദരായിരിക്കണം എന്നത് കേസരിയുടെ പ്രശ്നമായിരുന്നില്ല. ഇങ്ങനെ കലയിലും സാഹിത്യത്തിലും കേസരി നടത്തിയ സുപ്രധാനമായ ഇടപെടൽ. ഇപ്പൊ എനിക്ക് അത്ഭുതം തോന്നിയ ഒരു കാര്യമാണ്, ഇംപ്രഷനിസം എന്ന് പറയുന്ന ചിത്രകലാ പ്രസ്ഥാനം 19-ാം നൂറ്റാണ്ട് അവസാനം വികസിച്ചു വരുന്നു. ഫോട്ടോഗ്രാഫി വന്ന സമയത്ത് ആണ് ഇംപ്രഷനിസം വികസിച്ചു വരുന്നത്. കാരണം ഫോട്ടോഗ്രാഫി കണ്ടെത്തപ്പെടുകയും യാഥാർത്ഥ്യത്തെ പകർത്താൻ ഫോട്ടോഗ്രാഫുകൾ മതി, ചിത്രകാരന്മാർക്ക് ഇനിയൊന്നും ചെയ്യാനില്ല എന്ന് വന്നപ്പോ ചിത്രകാരന്മാര് തങ്ങളുടെ ഒരു തന്ത്രം എന്ന നിലയ്ക്ക് കൂടിയാണ് ഇംപ്രഷനിസത്തെ വികസിപ്പിച്ചതെന്ന് പൊതുവെ പറയാറുണ്ട്. ഫോട്ടോഗ്രാഫിക് ദൃഷ്ടിയിൽ നിന്ന് പുറത്തു കിടക്കാൻ ചിത്രകല നടത്തിയ ശ്രമമാണ് ഈ എന്താ പറയാ ഇംപ്രഷനിസ്റ്റ് പെയിന്റിംഗ് ആയിട്ട് മാറിയത്. അത് കേസരി സമ്മതിക്കുന്നുണ്ട്. തുടർന്ന് പക്ഷെ അദ്ദേഹം പറയുന്നത് ഈ ഫോട്ടോഗ്രാഫിയുടെ വരവോടെ, വാസ്തവത്തിൽ വാൾട്ടർ ബെഞ്ചമിന്റെ ലേഖനം വരുന്നത് 1955, അത് ഇംഗ്ലീഷിൽ വരുന്നത് 77. കേസരി എഴുതുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഫോട്ടോഗ്രാഫിയുടെ വരവോടെ കലയ്ക്കുണ്ടായിരുന്ന അതിഭൗതിക പരിവേഷം അവസാനിച്ചു. ഇത് പിക്കാസോയെ കുറിച്ചാണോ സർറിയലിസത്തെ കുറിച്ചുള്ള ലേഖനത്തിൽ എന്തായാലും 40-കളില്ല. കേസരി എഴുതുന്നുണ്ട് ഫോട്ടോഗ്രാഫിക് ദൃഷ്ടി എന്ന വാക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നത്. പക്ഷെ അവിടെ അവസാനിച്ചില്ല കേട്ടോ. അദ്ദേഹം പറയുന്നത് ഫോട്ടോഗ്രാഫിയുടെ വരവുണ്ടാക്കിയ പ്രതിസന്ധിയെ മറികടക്കാനാണ് ഇംപ്രഷനിസ്റ്റ് ചിത്രകല വന്നതെങ്കിലും ഇംപ്രഷനിസ്റ്റ് ചിത്രകലയിലും ഫോട്ടോഗ്രാഫിക് ദൃഷ്ടി തുടരുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ദേഗ എന്നൊക്കെ പറഞ്ഞ ചില ചിത്രകാരന്മാരുണ്ട്, കട്ട് ഫ്രെയിംസ് വരും. അതായത് നിങ്ങളിപ്പോ ഒരു ഡാൻസിന്റെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാല് നൃത്തം ചെയ്യുന്നവരോടൊപ്പം തന്നെ അറ്റത്ത് എന്താ പറയാ തിരശീലയുടെ ഒരു കഷ്ണം ഉണ്ടാവും, അല്ലെങ്കിൽ അവിടെ ചാരി വെച്ച മൈക്കിന്റെ ഒരു മൂല ഉണ്ടാവും. ഇതൊന്നും ചിത്രം വരയ്ക്കുമ്പോൾ ഉണ്ടാവില്ല, കാരണം അതെല്ലാം ഒഴിവാക്കിയിട്ട് വേണ്ടത് മാത്രമാണ് വരയ്ക്കാം. പക്ഷെ ഫോട്ടോഗ്രാഫി എടുക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വക്കുമൂലയൊക്കെ കയറി വരും. ദേഗായുടെ ഒക്കെ പെയിന്റിങ്ങുകളിൽ ഇത് കാണാൻ പറ്റും. 19-ാം നൂറ്റാണ്ട് അവസാനം തന്നെ ക്യാൻവാസിനകത്തേക്ക്, ക്യാൻവാസിന്റെ പിക്ചോറിയൽ സ്പേസിലേക്ക് ഈ കട്ട് ഫ്രെയിംസിൻ്റെതായ പലത് കയറി വന്നു. കേസരി പറഞ്ഞ് ഇത് ഫോട്ടോഗ്രാഫിയിൽ നിന്നുണ്ടായതാണ്. അതുകൊണ്ട് ഫോട്ടോഗ്രാഫിക് ദൃഷ്ടിക്ക് എതിരാണ് ഇംപ്രഷനിസം എന്നത് ശരിയായിരിക്കുമ്പോഴും ഫോട്ടോഗ്രാഫിക് ദൃഷ്ടി ഇംപ്രഷനിസത്തിൽ തുടരുന്നു. ഇങ്ങനെ എത്രയോ നിരീക്ഷണങ്ങൾ അദ്ദേഹത്തിന്റെ കലാപഠനങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, അതുകൊണ്ട് ഒരു കലാവസ്തുവിനെ നോക്കുന്ന സമയത്ത് കലാവസ്തു എന്ന് പറയുന്നത് 3 നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് കേസരി കരുതുന്നത്. 1, അത് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രമേയമുണ്ട്. 2, അതൊരു രൂപ സംവിധാനമായിട്ടാണ് നിലനിൽക്കുന്നത്. 3, അത് പകർന്നു തരുന്ന ഒരു അനുഭവ മണ്ഡലം ഉണ്ട്. ഈ 3ഉം ചരിത്രപരമാണ് എന്നിടത്താണ് കേസരിയുടെ കലാവിമർശനം വളരെ സവിശേഷമായിട്ട്. നമ്മൾ ചരിത്രപരമായി നോക്കിയിരുന്നത് പ്രമേയം മാത്രം. കേസരി നോക്കിയത് പ്രമേയത്തെക്കാൾ എത്രയോ കൂടുതൽ കേസരി നോക്കിയത് രൂപത്തിലാണ്. ലൂക്കാച്ച് പിന്നീട് ഒരിക്കൽ പറയുന്നുണ്ട്, ചരിത്രം കലാവസ്തുവിൽ ഏറ്റവും ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്നത് രൂപത്തിലാണ്. റീൽട്ടൺ ആ വാക്യം ഉദ്ധരിച്ചിട്ട് പറയുന്നത് ഒരു മാർക്സിസ്റ്റിൽ നിന്ന് നമ്മൾ പൊതുവെ പ്രതീക്ഷിക്കാത്തൊരു പ്രസ്താവനയാണിത്. ചരിത്രം ഏറ്റവും ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്നത് രൂപത്തിലാണ് എന്ന് പറയുകയും, ഈ രൂപത്തെ കേസരി ഉപയോഗിക്കുന്നത് രൂപം എന്നുള്ള വാക്കല്ല, സങ്കേതം, സാങ്കേതിക നിരൂപണം എന്നതാണ് കേസരിയുടെ നിരൂപണത്തിന്റെ. അതിന്റെ കാതലായിട്ട് അദ്ദേഹം ഈ 3 ഘടകങ്ങളെ കുറിച്ച് പറഞ്ഞു. ഈ 3 ഘടകങ്ങളിൽ ഇപ്പോ അതിന്റെ ഒരു ഉദാഹരണം പറയാം. ഞാൻ ഇങ്ങനെ അബ്സ്ട്രാക്ട് ആയിട്ട് പറയുന്നതിൽ നല്ലത് ചില ഉദാഹരണങ്ങളിലൂടെ പറയാം. ഇപ്പൊ ചങ്ങമ്പുഴയെ കുറിച്ച് അക്കാലത്ത് ഉണ്ടായിരുന്ന വലിയൊരു വിമർശനം എന്താണെന്ന് വെച്ചാൽ, ചങ്ങമ്പുഴയ്ക്കൊരു നിലപാടില്ല. ചങ്ങമ്പുഴ എല്ലാ ദിവസവും ഓരോന്ന് പറയും. മൂപ്പര് പറഞ്ഞതിനെതിരെ മൂപ്പര് തന്നെ പറയും. വേറെ ആരും പ്രത്യേകിച്ച് വിമർശനമൊന്നും പറയില്ല. ഇപ്പൊ പുള്ളി ഭാരതീയ പാരമ്പര്യം വളരെ നല്ലതാണെന്ന് പറയും, പിറ്റേ ആഴ്ച പറയും ഇതുപോലെ ഒരു പൊട്ടത്തരമില്ല എന്ന് പറയും. സ്ത്രീകൾ വളരെ മഹനീയതയുള്ള ആളാണെന്ന് പറയും, സ്ത്രീകൾ ഭയങ്കര വഞ്ചകികളാണെന്ന് പറയും. അങ്ങനെ എല്ലാം പുള്ളി തന്നെ പറയും. അപ്പൊ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ചങ്ങമ്പുഴയ്ക്ക് നിലപാടില്ല എന്നത് അക്കാലത്തെ വലിയ വിമർശനമായിരുന്നു. ഒരു ഭാഗത്ത് കമ്മ്യൂണിസ്റ്റുകാരും മറുഭാഗത്ത് അന്നത്തെ ദേശീയവാദികളൊക്കെ ചങ്ങമ്പുഴയ്ക്കെതിരായിരുന്നു. ഇന്ന് മാത്രമല്ല, ഞങ്ങൾ തൃപ്പൂണിത്തുറയിൽ യോഗം ചേർന്ന്
മഹാത്മാ വായനശാലയിൽ യോഗം ചേർന്ന് ചങ്ങമ്പുഴ കവിത എഴുത്ത് നിർത്തണം എന്നൊരു പ്രമേയവും പാസാക്കി. അങ്ങനെ ചങ്ങമ്പുഴ അതിനെക്കുറിച്ചും കവിത എഴുതി കേട്ടോ. അതിനും കവിത എഴുതിയ ആളാണ് ചങ്ങമ്പുഴ. അങ്ങനെ വലിയ വിമർശനം വന്നു. കേസരി ഇതിനെക്കുറിച്ച് ഒരു ലേഖനം എഴുതി. ആ ലേഖനത്തിൽ കേസരി പറഞ്ഞത് വാസ്തവത്തിൽ ചങ്ങമ്പുഴയ്ക്ക് ഒരു തത്വശാസ്ത്രമുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഒരാൾ എന്തായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവോ അതായി നിലനിൽക്കാൻ ഈ സമുദായം അയാളെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് നിന്നിടത്ത് നിൽക്കാൻ പറ്റാണ്. നിന്നിടത്ത് നിൽക്കാൻ പറ്റാത്ത ആളുകൊണ്ട് ഒരാൾ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് അനുക്ഷണം നീങ്ങിക്കൊണ്ടിരിക്കും. ഇങ്ങനെ അനുഭവത്തിന്റെ ദാർഢ്യവും അനുഭവത്തിന്റെ ഭദ്രതയും ശിഥിലമാകുന്ന ഒരു കാലത്തിന്റെ കവിതയാണ്, അനുഭവത്തെയാണ് ചങ്ങമ്പുഴ ആവിഷ്കരിക്കുന്നത്. അതുകൊണ്ട് ചങ്ങമ്പുഴ കവിത വളരെ വലിയ തോതിൽ ചരിത്രപരമായ ഒന്നാണ് എന്ന് കേസരി അന്ന് പറഞ്ഞു. ഇത് ഈ അനുഭവത്തിൽ പോയി തൊട്ടതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞ് അവിടെ ദൃഢമായി നിൽക്കാൻ പറ്റാത്ത മട്ടിൽ കാലം മാറുന്നു. വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർക്കാവുന്ന ഒരു കാര്യം, മൂലധനത്തിന്റെ പടപാച്ചിൽ എന്താണ് മനുഷ്യബന്ധങ്ങളിൽ വരുത്താൻ പോകുന്ന മാറ്റമെന്ന് എഴുതുന്ന സമയത്ത് മാർക്സ് മാനിഫെസ്റ്റോയിൽ മനോഹരമായൊരു മെറ്റഫർ ഉപയോഗിക്കുന്നുണ്ട്. ഓൾ ദാറ്റ് ഈസ് സോളിഡ് മെൽറ്റ്സ് ഇൻടു എയർ. ഖരമായതൊക്കെ ആവിയായി തീരും. മാർക്സ് ഗംഭീരമായിട്ട് എഴുതിയാ പോകുന്നത്. എല്ലാ അതിരുകളും പൊട്ടും, എല്ലാ രാഷ്ട്രങ്ങളും ഇല്ലാണ്ടാകും, എല്ലാ ബന്ധങ്ങളും അണാപ്പൈ ബന്ധങ്ങളായി തീരും എന്നിങ്ങനെ പറഞ്ഞിട്ടാണ് അവസാനത്തെ ഒരു വാക്യാണ് ഓൾ ദാറ്റ് ഈസ് സോളിഡ് മെൽറ്റ്സ് ഇൻടു എയർ. മാർഷൽ ഗവൺമെന്റ് പിന്നെ പറഞ്ഞത് വരാനിരിക്കുന്ന എല്ലാ മോഡേണിസ്റ്റ് പോയട്രിയുടെയും ആരംഭിക വാക്യാണെന്ന്. ടി.എസ്. എലിയറ്റ് പറയുന്നു ലണ്ടൻ ബ്രിഡ്ജ് ഈസ് ഫാളിംഗ് ഡൗൺ എന്ന് പറയുന്നു, എക്സ് പറയുന്നു തിങ്സ് ഫോൾ അപ്പാർട്ട് എന്ന് പറയുന്നു. ഇതിനൊക്കെ 60 കൊല്ലം മുമ്പ് മാർക്സ് എഴുതി ഓൾ ദാറ്റ് ഈസ് സോളിഡ് മെൽറ്റ്സ് ഇൻടു എയർ. ഇങ്ങനെ ആവിയായി തീരുന്ന എല്ലാ ദൃഢതകളും ആവിയായി തീരുന്ന ഒരു കാലം വരുമ്പോ ഒരു കവി എന്ത് ചെയ്യും? ആ കവിക്ക് മുൻനിർത്തി നിൽക്കാൻ പറ്റില്ല. ഇതാണ് പിന്നീട് മോഡേണിസ്റ്റ് കവിതയിലെ വലിയ മഹാവാക്യം പോലെ ബാലേന്ദ്രൻ പറഞ്ഞത്, ഈ തട്ടകം നിൽക്കുവാൻ വയ്യാതെ പൊള്ളുന്നു പൊള്ളുന്നു. ആ പൊള്ളൽ ആദ്യം അറിഞ്ഞ ആളുടെ പേരാണ് ചങ്ങമ്പുഴ. ഇതാണ് പ്രശ്നം. ചങ്ങമ്പുഴ ഒരാളല്ല, മറിച്ച് ഒരു കാലം ഉണ്ടാക്കിയ ഈ വലിയ സന്നിഗ്ധതയെ ചങ്ങമ്പുഴ ഒറ്റയടിക്ക് പ്രകാശിപ്പിക്കുകയും മൂപ്പരതിൽ തന്നെ ജീവിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഒരാളുടെ നിലപാടില്ലായ്മ എന്നൊക്കെ പുറമേക്ക് തോന്നുന്നത് വാസ്തവത്തിൽ അനുഭവത്തിന്റെ ഒരു പ്രതിസന്ധിയാണെന്നും ആ പ്രതിസന്ധി പലപ്പോഴും ചരിത്രപരമായ വലിയ വൈവിധ്യങ്ങളിൽ നിന്നാണ് രൂപപ്പെടുന്നത് എന്ന് പറഞ്ഞിട്ടാണ് കേസരി ഈ കലാപ്രശ്നത്തിൽ ഏർപ്പെട്ടത്. അതുകൊണ്ട് കേസരി ഒരു കവിതയുടെ പൊരുളെന്തെന്ന് തെരഞ്ഞത് അതെന്ത് പറയുന്നു എന്ന് നോക്കിയിട്ടല്ല, അതെന്ത് അനുഭവം ഉണ്ടാക്കുന്നു, പറയാൻ ഏത് രീതി സ്വീകരിക്കുന്നു എന്നുകൂടി ആലോചിച്ചിട്ടാണ്. അതുകൊണ്ട് കേസരിക്ക് ഈ രൂപം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതിന് കൗതുകമുള്ള വേറൊരു ഉദാഹരണം കൂടി പറയാം. ഇപ്പൊ കുഞ്ചൻ നമ്പ്യാരെയും എഴുത്തച്ഛനെയും താരതമ്യപ്പെടുത്തിയിട്ട് കേസരി ഉപയോഗിച്ച ഒരു മനോഹരമായ കൽപ്പന, എഴുത്തച്ഛൻ്റെത് തേവർ വാഴ്ത്തി പ്രസ്ഥാനമാണ്, നമ്പ്യാരുടേത് തേവർ വീഴ്ത്തി പ്രസ്ഥാനമാണ്. രണ്ടുപേരും ദൈവങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. പക്ഷെ നമ്പ്യാരുടെ ദൈവത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് കോട്ടയം മീനച്ചിൽ താലൂക്കിലൊക്കെ അടികാലസിലായിട്ട് നടക്കുന്ന ഈ നാടുവാഴി പ്രഭുക്കളുടെ മട്ടിലാണ് രാജാക്കന്മാരും ദൈവങ്ങളും ഒക്കെ. മറിച്ച് മറ്റേ എഴുത്തച്ഛന്റെ ദൈവം എന്ന് പറഞ്ഞാൽ ഏതോ ഐതിഹ്യകാലങ്ങളിലെ ദൈവമാണ്. തേവർ വാഴ്ത്തിയാണ്, മഹാപ്രതാപികളായിട്ട് നിൽക്കുകയാണ്. കാർത്തികവീരാർജുനനും രാവണനും തമ്മിൽ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ രാവണൻ പുറപ്പെടുവിക്കുന്ന ഒരു ഉത്തരവിൽ പറയുന്നത് ഈ റബ്ബർ വിറ്റേണ്ട നികുതി അടയ്ക്കാനുള്ളവർ ഉടനെ അടക്കണം. ഇത് ഈ 18ാം നൂറ്റാണ്ടിൽ ഇവിടെയൊക്കെ നടക്കുന്ന ഏർപ്പാടാണ്. അത് രാവണന്റെ ഉത്തരവായിട്ടും വരും. ഇത് കേസരിക്ക് അറിയാം. അതുകൊണ്ടാണ് കേസരി ഇത് തേവർ വീഴ്ത്തിയാണ് എന്ന് പറഞ്ഞു. നമ്പ്യാർ എന്തുകൊണ്ട് മലയാളിയുടെ ചരിത്രത്തിൽ ഇത്ര വലിയ എഴുത്തുകാരനായി എന്നൊരു ഉത്തരം പറയുമ്പോൾ കേസരി പറയുന്നത്, നമ്പ്യാരുടെ കവിതയിലാണ് മലയാളത്തിൽ ഏറ്റവും ഫലപ്രദമായി ഹാസ്യം ഉപയോഗിച്ചിരുന്നത്. ഹിറ്റൈറ്റ് ജനതയുടെ നരവംശപരമായ താല്പര്യങ്ങളിലൊന്ന് ഹാസ്യമാണ്. കേരളീയർ ഹിറ്റൈറ്റ് പാരമ്പര്യമുള്ളവർ. നിങ്ങൾക്ക് തർക്കിക്കാം അതൊക്കെ ഉണ്ടോന്ന്. പക്ഷെ ആ ചിന്താ രീതിയുടെ സവിശേഷത, ഞാൻ ആ മെത്തഡോളജിയാണ് പറയുന്നത്. എന്തുകൊണ്ട് കവിത വിജയിച്ചു? കവിത വിജയിച്ചത് കവി കേമനായതുകൊണ്ടും ഭാഷാരീതി കേമനായതുകൊണ്ടുമല്ല. ഇത് ഈ ഭാവുകത്വപരമായ ഒരു കാര്യമാണ്. ഭാവുകത്വത്തിന്റെ പേര് പക്ഷെ എവിടെയാണ്? ചരിത്രത്തിന്റെ അങ്ങേ തലത്തിലാണ്. അങ്ങനെ ഹിറ്റൈറ്റ് ജനതയിൽ നിന്ന് കേരളത്തിലേക്ക് നരവംശപരമായ ഒരു വര വരച്ച് ആ വരയിൽ ഹാസ്യത്തെ പ്രതിഷ്ഠിച്ച് അതാവിഷ്കരിച്ച നമ്പ്യാര് മലയാളത്തിന്റെ മഹാകവിയായി എന്ന് പറയുന്നതോടെ ഈ കലാവിമർശനം സാഹിത്യ വിമർശനം എന്നൊക്കെ പറയുന്നത് ഇതിന്റെ അതിർത്തി പൊട്ടിക്കുന്ന ഒരു സംഘടന. അതുകൊണ്ടാണ് ഈ അതിർത്തി ലംഘനം എന്നിട്ടുള്ളത്. കേസരി ഒരിക്കലും ഒരതിർത്തി ഉണ്ടായിരുന്നിട്ടില്ല കേട്ടോ. ഇത് പോയി ചില സമയത്ത് ഇങ്ങനെ
ആളുകൾക്ക് താങ്ങാൻ പറ്റാത്ത മട്ടില്ല. ഇപ്പൊ പൊറ്റക്കാടിന്റെ പൗർണമി എന്ന് പറഞ്ഞിട്ട് കഥയ്ക്ക് നിരൂപണം എഴുതുന്നുണ്ട്. അത് പൗർണമിയുടെ കഥ ഒരു കുഷ്ഠരോഗിയെ കുറിച്ചാണ്. അപ്പൊ കുഷ്ഠരോഗം മാറാത്ത അസുഖമാണ് എന്ന അസംഷനിലാണ് കഥ എഴുതിയിരിക്കുന്നത്. അന്ന് ഏതാണ്ട് അങ്ങനെയാണ്. അപ്പൊ ഈ 4 പേജ് ഉണ്ട് കഥാനിരൂപണം. കേസരിയുടെ വാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഷ്ഠരോഗം മാറാത്ത അസുഖമാണ് എന്നുള്ള അസംഷനിലാണ് കഥ എഴുതിയിരിക്കുന്നത്. പക്ഷെ കുഷ്ഠം മാറാവുന്ന അസുഖമാണ് എന്ന് ശാസ്ത്ര ഗവേഷണം കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഈ 4 പേജുള്ള കഥാനിരൂപണത്തിൽ 1 പേജേ കഥയെ കുറിച്ചുള്ളൂ, 3.5 പേജ് കുഷ്ഠരോഗ ചരിത്രം. അപ്പൊ ഇത് കഥാനിരൂപണമാണോ കുഷ്ഠരോഗ പഠനമാണോ എന്ന് പറയാൻ പറ്റില്ല. നിങ്ങളിപ്പോ ന്യൂ ഹിസ്റ്റോറിസിസം എന്ന് പറയുന്നത്, നിങ്ങൾ ചരിത്രത്തിൽ ഷേക്സ്പിയർ എടുക്കുന്നു, ലണ്ടനിലെ കച്ചവട കണക്കെടുക്കുന്നു, അവിടെ മലമ്പനി വന്ന് മരിച്ചവരുടെ പട്ടിക എടുക്കുന്നു, കോളറയിലെ പ്ലേഗ് വന്ന് ഉണ്ടായ നഷ്ടങ്ങളുടെ കണക്കെടുക്കുന്നു. ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച് ഷേക്സ്പിയർ ഒരർത്ഥം ഉണ്ടാക്കുന്നു. ഇത് കേസരി ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പക്ഷേ വിജയ മാഷ് പറഞ്ഞ പോലെ നമ്മൾ കേസരിയെ ആദരിക്കുകയും അല്പം പോലും വായിക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. കേസരി ഇത് ചെയ്യുന്നുണ്ട്. കേസരി ഇപ്പൊ ഞാൻ ഇതിന്റെ സാങ്കേതിക അംശങ്ങൾ അധികം പറയുന്നില്ല. ഞാൻ ഒരു കാര്യം മാത്രം അദ്ദേഹത്തിന്റെ രസമുള്ള ഒരു ഒബ്സർവേഷൻ പറയാം. പ്രസ്ഥാനം, ഇപ്പൊ റൊമാൻറ്റിസിസം, റിയലിസം അല്ലെങ്കിൽ സിംബലിസം എന്നൊക്കെ പറയുന്ന പ്രസ്ഥാനങ്ങൾ, ഈ പ്രസ്ഥാനങ്ങളെ കേസരി കാണുന്നത് ഒരു കലാപ്രവണതയായിട്ടോ സാഹിത്യ പ്രവണതയായിട്ടോ ഒന്നുമല്ല. പ്രസ്ഥാനങ്ങളെ കേസരി കാണുന്ന സവിശേഷമായ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ ചരിത്രപരമായിട്ട് രൂപപ്പെട്ടു വരുന്ന മനുഷ്യാനുഭവങ്ങളെ വ്യവസ്ഥപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്നതാണ് പ്രസ്ഥാനം. ഹിസ്റ്റോറിക്കലി എമർജ് ചെയ്തു വരുന്ന പല പല പ്രവണതകൾ ഒരു സിസ്റ്റമിക്കായ ഓർഡറിലേക്ക് വരുമ്പോൾ അതൊരു പ്രസ്ഥാനമായി തീരും. അതുകൊണ്ട് റൊമാൻറ്റിസിസം എന്ന് പറഞ്ഞാല് അത് കേവലം ഒരു കവിയുടെ, കലാകാരന്റെ മനസ്സിലെ ആന്തരികമായ ചില ചോദനകളോ സൗന്ദര്യാംശങ്ങളോ മാത്രമല്ല. റൊമാൻറ്റിസിസത്തിൽ പ്രവർത്തിക്കുന്ന 10 ഘടകങ്ങൾ കേസരി പറയുന്നുണ്ട്, ശ്രദ്ധിക്കേണ്ടതാണ്. 1, വ്യക്തിയുടെ കഴിവുകൾക്ക് അതിരില്ല എന്ന ബൂർഷ്വാ വ്യക്തിബോധം. വ്യക്തികളുടെ കഴിവുകൾ, മധ്യകാലം വരെ ഈ വ്യക്തികൾ എന്ന് പറയുന്നത് ദൈവത്തിനും പൗരോഹിത്യത്തിനും മതത്തിനും ഒക്കെ കീഴ്പ്പെട്ടതായതുകൊണ്ട് വ്യക്തി വളരെ ചെറിയൊരു കാര്യമാണ്. അതുകൊണ്ടാണ് കയ്യൊപ്പ് വിചാരം, കയ്യൊപ്പ് മുദ്ര വയ്ക്കുക, കയ്യൊപ്പ് വരുന്നു. ഈ കയ്യൊപ്പ് ഉപയോഗമില്ലാണ്ടായി എന്നാണ് ഖസാക്കിൽ രവി പറയുന്നത്. രവി അങ്ങനെ പറയുന്നത്, നിങ്ങൾ ഖസാക്ക് വായിച്ചറിയാം, കയ്യൊപ്പിന്റെ ഉപയോഗം കുറഞ്ഞു പറഞ്ഞിരിക്കുന്നത്. കാരണം ഞാൻ അവസാനിച്ചു പോവാണ്. മോഡേണിസ്റ്റ് ഫേസിലേക്ക് എത്തുമ്പോഴേക്കും ഈ ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് ശിഥിലാവുന്നില്ല. അതുകൊണ്ടുകൂടിയാണ് വ്യക്തിയുടെ കഴിവുകൾക്ക് അതിലില്ല. 2, ശാസ്ത്രം ഉണ്ടാക്കി, ആധുനിക ശാസ്ത്രം ഉണ്ടാക്കുന്ന ജിജ്ഞാസ. 3, മസോക്കിസം, സ്വയം വേദനിച്ച് ആനന്ദിക്കാനുള്ള താല്പര്യം. 4, ഒറ്റ ഒഴുക്കിന് കൃതിയുടെ ഘടനയെ രൂപപ്പെടുത്തുക. 5, ഈഗോ റിയാലിറ്റിക്ക് പകരം സൂപ്പർ ഈഗോയ്ക്കും ഇതിനും കീഴ്പ്പെട്ട് നിൽക്കുക. ഈഗോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മബോധം. ഈ ആത്മബോധം ഈ ആഴമുള്ള വൈകാരികതകൾക്ക് കീഴ്പ്പെട്ട് നിൽക്കുകയും അല്ലെങ്കിൽ വലിയ ആദർശബോധത്തിന് കീഴ്പ്പെട്ട് നിൽക്കുകയും ചെയ്യുക. നമ്മൾ പലപ്പോഴും ഈ റൊമാൻറ്റിസിസത്തിന്റെ വിപരീതമായിട്ട് കാണുന്ന വലിയ ആദർശബോധം ഉണ്ടല്ലോ, ഹൈലി റൊമാൻറ്റിക്ക. അതാണ് കേസരി പറയുന്നത്. ഈഗോ സൂപ്പർ ഈഗോയ്ക്കോ ഇതിനോ കീഴ്പ്പെടുന്നത് ഒരു റൊമാൻറ്റിക് സെൻസിബിലിറ്റിയാണ്. അതുകൊണ്ടാണ് ലോകത്തെ എല്ലാ വിപ്ലവകാരികളും റൊമാൻറ്റിക്കുകളാണെന്ന് പറയുന്നത്. കാരണം ഈ ആദർശാത്മകതയെ റൊമാൻറ്റിക്കുകളാണ് കൊണ്ടു നടക്കുക. ഈ ആദർശാത്മകതയാകട്ടെ സൂപ്പർ ഈഗോയിൽ നിന്ന് രൂപപ്പെടുന്നതാണ്. അടുത്തത് ദേശീയവും പ്രാദേശികവുമായ രാഷ്ട്രീയ ഉള്ളടക്കം. അടുത്തത് നവരസങ്ങൾക്കുമുള്ള പ്രാധാന്യം. പിന്നെ ശാലീനവും കലുഷവും ഉജ്ജ്വലവുമായ രചനാ സമ്പ്രദായങ്ങൾ. പ്രസാദാത്മകത്വം, കുറഞ്ഞ തത്വഭ്രമം. ഇങ്ങനെ റൊമാൻറ്റിസിസത്തിന്റെ ഘടകങ്ങളെ വേർതിരിച്ചെടുക്കുകയും ആ ഘടകങ്ങൾക്ക് ഓരോന്നിനും ചരിത്രപരമായ അടിസ്ഥാനങ്ങൾ സവിശേഷമായി കണ്ടെത്തുകയും ഇതിന്റെ ആകത്തുകയിലാണ് റൊമാൻറ്റിസിസം ഒരു പ്രവണതയായിട്ട്, ഒരു പ്രസ്ഥാനമായിട്ട് മാറുന്നത് എന്ന് പറയുകയുമാണ് കേസരി ചെയ്യുന്നത്. അതുകൊണ്ട് റൊമാൻറ്റിസിസം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഘട്ടത്തിലുണ്ടാകുന്ന ഒരു സൗന്ദര്യാഭിരുചിയുടെ പേരല്ല, മറിച്ച് മനുഷ്യാനുഭവങ്ങൾ സവിശേഷമായ ഒരു ക്രമത്തിൽ വികസിച്ചു വന്ന് ആ മനുഷ്യാനുഭവങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട്
ഒരു കാലഘട്ടം ഉണ്ടാക്കുന്ന ഒരു ക്രമത്തെയാണ് നമ്മൾ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രസ്ഥാനവൽക്കരിക്കുക. സച്ചിമാഷ അതിനെക്കുറിച്ച് എഴുതിയ സമയത്ത് മനോഹരമായിട്ട് അത് സംഗ്രഹിച്ച് എഴുതിയിട്ടുണ്ട്. അക്കാലം വരെ വ്യക്തിപരതയിൽ തളഞ്ഞു കിടന്ന നമ്മുടെ സാഹിത്യ വിചാരത്തെ ചരിത്രവൽക്കരിക്കാനുള്ള മലയാളത്തിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട ശ്രമമാണ് കേസരിയുടെ പ്രസ്ഥാനവൽക്കരണം. അനുഭൂതിക്ക് ചരിത്രം ഉണ്ടെന്നാണ് ലളിതമായിട്ട് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം. നിങ്ങൾക്കൊരു റൊമാൻറ്റിക് സെൻസിബിലിറ്റി അല്ലെങ്കിൽ ഒരു ക്ലാസിക്കൽ സെൻസിബിലിറ്റി കൈവരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹിസ്റ്റോറിക്കലായ ഒരു സംഗതിയാണ്, അല്ലാതെ അത് സൗന്ദര്യാസ്വാദനത്തിന്റെ ഒരു പ്രശ്നമല്ല. ഇങ്ങനെ അനുഭൂതിയെ ചരിത്രപരമായിട്ട് നോക്കുക എന്നത് കേസരിയുടെ പ്രസ്ഥാന പഠനത്തിൽ കേസരി കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതുപോലെ തന്നെ അദ്ദേഹം പല ആലോചനകൾ, സിംബലിസത്തിന്റെ ഘടകങ്ങൾ പറയുന്നുണ്ട്, സറിയലിസത്തിന്റെ അല്ലെങ്കിൽ എക്സ്പ്രഷനിസത്തിന്റെ ഘടകങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതുപോലെ തന്നെ പുരോഗമന സാഹിത്യം എന്നതിനെ കുറിച്ച് കേസരി അന്നുന്നയിച്ച വിമർശനത്തിലും ഈ കാഴ്ചയുണ്ട്. കേസരി പറഞ്ഞത് ഈ പുരോഗമന സാഹിത്യം എന്ന് പറയുന്നത് സാമ്പത്തികമായ ഉച്ചനീചത്വങ്ങൾ സമൂഹത്തിലുണ്ടാക്കുന്ന അസമത്വങ്ങളെ വിശദീകരിക്കുന്നതിനെ മാത്രം എടുത്താൽ പോരാ, മറിച്ച് സാമ്പത്തികമായ അസമത്വങ്ങളോടൊപ്പം തന്നെ സദാചാരപരവും മൂല്യപരവും വ്യക്തിഘടനാപരവും കുടുംബഘടനാപരവും ഒക്കെയായ അസമത്വങ്ങളും സാമൂഹ്യ അസമത്വത്തിന്റെ അടിസ്ഥാനങ്ങളാണ്. അതുകൊണ്ട് അവയെ കൂടി വിമർശനാത്മകമായി കാണുന്ന പ്രവണതകളെ പുരോഗമന പ്രസ്ഥാനത്തിന്റെ ഭാഗമാക്കണം. അതിന് കേസരി കൊടുത്തൊരു പേര് പുരോഗമന പ്രസ്ഥാനം എന്നല്ല, ബൃഹത് പുരോഗമനം എന്നൊരു പേര്. ആ ബൃഹത് പുരോഗമനത്തില് ഒരു ഭാഗത്ത് സറിയലിസവും മറ്റൊരു ഭാഗത്ത് എക്സ്പ്രഷനിസവും ഉൾപ്പെടുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. പിന്നീട് എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് മോഡേണിസം എന്ന് പറയുന്നത് വാസ്തവത്തിൽ മോഡേണിറ്റിയോടുള്ള ഒരു അടിസ്ഥാനപരമായ വിമർശനമാണെന്നും ആ വിമർശനത്തിൽ മുതലാളിത്ത വിമർശനം എന്ന് പറയുന്ന ഒരു ഘടകത്തോടൊപ്പം തന്നെ ആധുനിക മുതലാളിത്തത്തിന്റെ വ്യക്തി സങ്കല്പത്തോടും കുടുംബ സങ്കല്പത്തോടും പുരോഗതി സങ്കല്പത്തോടും ഒക്കെയുള്ള വിമർശനങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ള ആലോചനകൾ പൊതുവെ നമ്മുടെ നാട്ടില് ഈ നവമാർസിസത്തിന്റെ ചർച്ചാ മണ്ഡലത്തിലൂടെ ഉയർന്നു വരുന്നത്. കേസരി ഇത് കാണുന്നുണ്ട്. കേസരി മോഡേണിസം എന്ന് പറയുന്നത് വാസ്തവത്തിൽ പുരോഗമന സാഹിത്യത്തിന്റെ ഭാഗമാണെന്ന് കരുതിയ ആളാണ്. ഏതർത്ഥത്തിൽ? മുതലാളിത്തം എന്ന് പറയുന്നത് കേവലം ഒരു സമ്പദ് വ്യവസ്ഥയായിട്ട് മാത്രം കണ്ടാൽ പോരാ, ആധുനികതയുടെ വിശാല വ്യവസ്ഥയായിട്ട് മുതലാളിത്തത്തെ കണ്ടാൽ വ്യക്തിയുടെ ശൈഥില്യത്തെ മുമ്പോട്ട് വയ്ക്കുന്ന അല്ലെങ്കിൽ രത്യാത്മകതയെ മുമ്പോട്ട് വയ്ക്കുന്ന സദാചാരത്തെ വിമർശനാത്മകമായിട്ട് കാണുന്ന സമീക്ഷകൾ വാസ്തവത്തിൽ പുരോഗമന സാഹിത്യത്തിൻ്റെതാണ് എന്ന് പറയുകയും അതിനെ ബൃഹത് പുരോഗമനം എന്ന ഒരു സങ്കല്പത്തിലൂടെ അവതരിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു ജ്ഞാനശാഖയിൽ പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹം ആ ജ്ഞാനശാഖയിൽ മാത്രമായിട്ട് നിൽക്കുന്നില്ല. കേസരി നിരൂപകന്മാർക്ക് വേണമെന്ന് അവശ്യം പറഞ്ഞൊരു കാര്യം വിവിധ വിജ്ഞാന ശാഖകളിലുള്ള അറിവുണ്ടാകണം എന്നാണ്. ഒരു വിജ്ഞാന ശാഖയിലുള്ള അറിവുകൊണ്ട് നിങ്ങൾക്ക് ഈ ലോകത്തിൽ എന്തെങ്കിലും വിശദീകരിക്കാൻ കഴിയില്ല. ഒരു നിലയിൽ ഇന്റർ ഡിസിപ്ലിനാരിറ്റി എന്നൊക്കെ നമ്മൾ ഇന്ന് പറയുന്ന ആശയത്തെ വലിയ തോതിൽ നമ്മുടെ വിമർശന കലയിലേക്ക് കൊണ്ടുവന്ന ഒരാളായിരുന്നു കേസരി. അതായിട്ട് എക്ലക്റ്റിക് ആയിട്ട് ഇതിനിങ്ങനെ കൂട്ടിച്ചേർത്ത് പറയാന്നുള്ളതല്ല, മറിച്ച് ഈ എന്താ പറയാ ഒരു യാഥാർത്ഥ്യം ഒരു പ്രോസസ്സായി തീരുന്നത് എങ്ങനെയാണ്, ഒരു പ്രൊസീജിയർ എന്ന് വിളിക്കാവുന്ന ഒരു ക്രിട്ടിക്കാണ് കേസരി മുമ്പോട്ട് വയ്ക്കുന്നത്. യാഥാർത്ഥ്യം ഒരു സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള ഫിക്സഡ് എൻറ്റിറ്റി അല്ല, അതില് പല ബലങ്ങൾ ഒരേ സമയം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലെ കൊടുക്കൽ വാങ്ങലുകളിലൂടെയാണ് അത് നിലവിൽ വരുന്നത്. അങ്ങനെ കൊടുക്കൽ വാങ്ങലുകളിലൂടെ നിലവിൽ വരുമ്പോൾ എന്തൊക്കെ തമ്മിൽ ഇടകലർന്നാണ് ഈ റിയൽ രൂപപ്പെട്ടത്, ആ രൂപപ്പെടലിന് പിന്നെ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി, അതിനെന്തൊക്കെ ഫലങ്ങൾ ഉണ്ടാകുന്നു എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് കേസരി ഈ പ്രസ്ഥാന പഠനം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് കലയെന്ന് പറയുന്നത് വലിയ തോതിൽ ഹിസ്റ്റോറിക്കലാണ്, വലിയ തോതിൽ സാങ്കേതികമാണ്, വലിയ തോതിൽ അനുഭൂതി നിഷ്ഠമാണ്. ഇത് മൂന്നും ചരിത്രപരവുമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോ രൂപങ്ങൾക്ക് ഉണ്ട് എന്ന് കരുതുന്ന അതിർവരമ്പുകളൊന്നും അങ്ങനെ നിലനിൽക്കാൻ പോകുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആൽഡസ് ഹക്സ്ലിയുടെ പ്രബന്ധങ്ങളെ നോവലുകളായിട്ട് വായിക്കാവുന്നതാണ്. ബെർണാഡ് ഷായുടെ നാടകത്തിന്റെ ആമുഖങ്ങളെ പ്രബന്ധങ്ങളായിട്ട് വായിക്കാവുന്നതാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാല് ഇനി വരാനിരിക്കുന്ന 50 കൊല്ലം കഴിഞ്ഞിട്ട് ആനന്ദനെ പോലെ ഒരാൾ വന്നിട്ട് ലേഖനം എഴുതിയിട്ട് നോവലാണ് എന്ന് പറയുന്ന സമയത്ത് ഇത് മുൻകൂട്ടി കാണുന്നുണ്ട് കേസരി. ആൽഡസ് ഹക്സ്ലിയുടെ പ്രബന്ധങ്ങൾ നോവലുകളായിട്ടോ
ബെർണാഡ് ഷായുടെ നിർദ്ദേശങ്ങളെ നിങ്ങൾക്ക് പ്രബന്ധങ്ങളായിട്ടോ വായിക്കാവുന്നതാണ്. രൂപങ്ങൾക്കുണ്ട് എന്ന് കരുതുന്ന അതിർവരമ്പുകൾക്ക് വലിയ സാന്നിധ്യമൊന്നും ഇല്ല. ശൈലിയെക്കുറിച്ച് കേസരി പറയുന്ന ഒരു മനോഹരമായൊരു വാക്യമുണ്ട്. നമ്മൾ ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനാണ്, മാൻ ഈസ് ദ സ്റ്റൈൽ ഈസ് ദ മാൻ എന്നാണല്ലോ. അപ്പോൾ കേസരി ആ ശൈലിയെക്കുറിച്ച് പറഞ്ഞൊരു കാര്യം, ഒരു നിശ്ചിത കാലത്തേക്ക് ഏറെക്കുറെ സ്വയം പര്യാപ്തത പുലർത്തുന്ന ഒരു സമുദായത്തിന്റെ ജീവസ്പർശിയായ വികാരമാണ് ശൈലി. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒരു നിശ്ചിത കാലത്തേക്ക് ഏറെക്കുറെ സ്വയം പര്യാപ്തത പുലർത്തുന്ന ഒരു സമുദായത്തിന്റെ വൈകാരിക പ്രകാശന രീതിയാണ് ശൈലി. അതുകൊണ്ട് ശൈലി എന്ന് പറയുന്നത് ഒട്ടും പേഴ്സണലായ ഒരു കാര്യമല്ല. ഇതിന്റെ കുറെ കൂടി സട്ടിലായ ഒരു വിശദീകരണം വേണമെങ്കിൽ റെയ്മണ്ട് വില്യംസ് മോഡേണിസ്റ്റ് നോവലുകൾ ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവിലേക്ക് തിരിഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് ആലോചിക്കുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യമാണ്. റെയ്മണ്ട് വില്യംസ് പറയുന്നത് 19-ാം നൂറ്റാണ്ടിലെ ക്ലാസിക്കൽ റിയലിസ്റ്റ് നോവലുകളിൽ കൂടുതലും തേർഡ് പേഴ്സൺ നരേറ്റീവാണ്. ഞാൻ അവരുടെയും അവരുടെയും കഥയുള്ളതെന്ന് പറയുന്നു. ഇതാണ് തേർഡ് പേഴ്സൺ നരേറ്റീവ്. ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കഥ പറയുന്നു, ഞാൻ പറയും. ഇതെന്തുകൊണ്ട് സംഭവിച്ചു? റിയലിസത്തെ കുറിച്ചുള്ള ചർച്ചയുടെ സന്ദർഭത്തിലാണ്, ലോങ് റെവല്യൂഷനിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ആ ലേഖനത്തിലാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 19-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് താരതമ്യേന ജ്ഞാനോദയത്തിന് ശേഷം ഭദ്രമായൊരു സമൂഹഘടന ഉണ്ട് എന്നും ആ ഭദ്രമായ സമൂഹഘടനയുടെ ഭാഗമാകുമ്പോഴാണ് നിങ്ങൾക്ക് വ്യക്തിത്വം ആർജിക്കാൻ കഴിയുക എന്ന് മനുഷ്യര് കരുതുന്ന കാലമാണ്. ചെറുതായിട്ട് പറഞ്ഞാൽ അവന്റെയും അവരുടെയും ലോകത്തിലേക്ക് ഞാൻ കൂടി ഉൾപ്പെടുമ്പോഴാണ് എനിക്കൊരു ജീവിതം കൈവരിക. അവനും അവൾ ഉൾപ്പെട്ട ലോകം. ഒന്നാം ലോക യുദ്ധത്തോടെ ഇതിനുണ്ടായ മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭദ്രലോകമൊക്കെ തകർന്നു, നിലം പരിശായി, ഒരു ഭദ്രതയും ഇല്ലാണ്ടായി. ലണ്ടൻ ബ്രിഡ്ജ് ഈസ് ഫാളിംഗ് ഡൗൺ എന്നായി. അതോടെ നിങ്ങൾക്ക് എവിടെ നിലനിൽക്കാൻ പറ്റും? നിങ്ങൾക്ക് ആധികാരികമായ ഒരു വ്യക്തിത്വം സ്ഥാപിച്ചെടുക്കാനുള്ള സ്വത്വ സംസ്ഥാപനത്തിനുള്ള ഒരേ ഒരു വഴി നിങ്ങളിലേക്ക് തിരിയലാണ്. നിങ്ങളുടെ അനന്യതയിൽ നിങ്ങളെ ഉറപ്പിക്കുമ്പോഴാണ് നിങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയുക. അതുകൊണ്ട് മാറി വന്ന സമൂഹ ബന്ധങ്ങളാണ് തേർഡ് പേഴ്സൺ നെറേറ്റീവിൽ നിന്ന് നോവലിനെ ഫസ്റ്റ് പേഴ്സൺ നെറേറ്റീവിലേക്ക് കൊണ്ടുവന്നത്. ഇതല്ലാതെ എഴുത്തുകാരുടെ ഒരു ആന്തരികതയിലേക്കുള്ള പൊടുന്നനെയുള്ള ഒരു തിരിച്ചുപോക്കല്ല. ആ തിരിച്ചുപോക്ക് ഒരു ഹിസ്റ്റോറിക്കൽ പ്രോസസ്സാണ്. ഇതാണ് റെയ്മണ്ട് വില്യംസ് പറയുന്ന കാര്യം. റെയ്മണ്ട് വില്യംസ് ഈ കാര്യം നിരീക്ഷിക്കുന്നതിന് ഏതാണ്ട് ഒരു 30 കൊല്ലം മുമ്പ് 40 കൊല്ലം മുമ്പെങ്കിലും കേസരി ശൈലിയെക്കുറിച്ച് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഒരു നിശ്ചിത കാലത്തേക്ക് ഏറെക്കുറെ സ്വയം പര്യാപ്തത പുലർത്തുന്ന ഒരു സമുദായത്തിന്റെ ജീവസ്പർശിയായ വികാരമാണ് ശൈലി എന്ന് പറയുന്നത്. ഇങ്ങനെ ഓരോ ഘട്ടത്തിൽ ഇത് എത്ര ഉദാഹരണം വേണമെങ്കിലും നമുക്ക് അദ്ദേഹത്തിന്റെ വിമർശനങ്ങളിൽ നോക്കാൻ പറ്റും. ഇപ്പൊ അലങ്കാരപ്രധാനമായ കവിതയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത്, അലങ്കാരപ്രധാനമായ കവിത വായിച്ചാൽ നിങ്ങൾ കവിയെ കൂടുതൽ ഓർക്കും എന്നാണ്. കവിത ഓർക്കില്ല, കവിയാണ് ഓർക്കുക. മറിച്ച് ഭാവപ്രധാനമായ കവിത കവിതയെ എന്നതിലേക്ക് കൊണ്ടുവരിക. അതുകൊണ്ട് അലങ്കാരപ്രധാനമായ കവിതയുടെ തകരാറ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ കവിത പറയാൻ ശ്രമിക്കുന്നതിന് അത് പരാജയപ്പെടും. അതുകൊണ്ട് രൂപം എന്ന് പറയുന്നത് അനുഭവത്തെ നിർമ്മിക്കുന്നതിന്റെ കേന്ദ്രമാണ്. അലങ്കാരം കവിതയെ ഇല്ലാണ്ടാക്കും എന്ന് കേസരി പറയുന്നത് ഈ ഒരൊറ്റ പോയിന്റിലാണ്. ചെറുശ്ശേരി എഴുത്തച്ഛനെ താരതമ്യപ്പെടുത്തി പറയുന്ന സമയത്താണ് കേസരി ഈ കാര്യം പറയുന്നത്. ഇതുപോലെ ഇപ്പൊ ചങ്ങമ്പുഴയുടെ തത്വശാസ്ത്രം അല്ല, പിന്നെ കേസരിയുടെ അവതാരികളുടെ ഒരു സവിശേഷത എന്താണെന്ന് വെച്ചാല് കവിതയെക്കാളൊക്കെ വളരെ വലുതായിരിക്കും കേട്ടോ അവതാരിക. ഇപ്പൊ ഒരു 25 പേജാണ് കവിതയെങ്കിൽ അവതാരിക ഒരു 70 പേജുണ്ടാവും. അപ്പൊ അതിനെക്കുറിച്ച് അക്കാലത്തുള്ള ഒരു പ്രസ്താവന എന്താണെന്ന് വെച്ചാൽ വീടിനേക്കാൾ വലിയ പഠിപ്പുരയാണ്. അപ്പൊ ചങ്ങമ്പുഴയുടെ സ്പന്ദിക്കുന്ന അസ്ഥിമാടം, ശങ്കരക്കുറുപ്പിന്റെ നിമിഷം, കിടാമംഗലം കുട്ടിയുടെ കടത്തുവഞ്ചി, ഇതൊക്കെ അതിദീർഘ അവതാരികളാണ്. എന്താണ് ഈ അവതാരികയുടെ താല്പര്യം? അത് ഈ കവിത എന്താണെന്ന് പറയലൊന്നുമല്ല, മറിച്ച് ഈ കവിതയിൽ നിലനിൽക്കുന്ന കേന്ദ്ര ഭാവുകത്വം എന്താണ്, ഈ ഭാവുകത്വത്തിന്റെ ലോകചരിത്രം എന്താണ്, അത് ഇന്ത്യയിലും മലയാള കവിതയിലും വികസിച്ചു വന്ന സന്ദർഭം എന്താണ്, അവസാന ഒരു ഭാഗത്ത് അതെങ്ങനെ ഇനി കാണാം എന്നാണ്. ഈ അവസാനത്തെ ഒരു ഭാഗം വാസ്തവത്തിൽ മൂപ്പരുടെ താല്പര്യമൊന്നുമല്ല, പിന്നെ ഇതിന്റെ അവതാരികയാണല്ലോ എന്നതുകൊണ്ട് അതിനെക്കുറിച്ച് എഴുതും എന്നല്ലാതെ അതിലല്ല ഊന്നല് ഈ ലോകക്രമം വികസിച്ചു വരുന്നതിനെ കുറിച്ചാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, പ്രാദേശികതയിലാണ് കേസരി സാർവദേശീയതയെ കണ്ടത്. അതുകൊണ്ട് കേസരിക്ക്
സാർവദേശീയത എവിടെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചങ്ങമ്പുഴയിലുണ്ട്, അല്ലാതെ തരിശുഭൂമിയിലല്ല. ടി.എസ്. എലിയറ്റും ഗേറ്റ്സും സാർവദേശീയരും ചങ്ങമ്പുഴ ഈ പഞ്ചായത്തിലെ കവിയെന്നല്ല, മറിച്ച് ഈ മഹാപ്രപഞ്ചത്തെ മുഴുവൻ ഈ കവിത അല്ലെങ്കിൽ ഒരു കലാവസ്തു ഉൾക്കൊള്ളുന്നുണ്ട് എന്നതായിരുന്നു കേസരിയുടെ ഒരു നോട്ടം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെയാണ് കേസരി ഈ കലാവിമർശനത്തില് രൂപത്തിനുള്ളിലേക്ക് നിർമ്മാണ വിദ്യയെ കൊണ്ടുവന്നു. ഇപ്പോ ഉത്തര ഭാരതത്തില്, പ്രത്യേകിച്ചും ബംഗാളിലൊക്കെ എന്തുകൊണ്ടാണ് അലങ്കരണ കല, ശില്പങ്ങളിലെ അലങ്കരണ കല കുറഞ്ഞിരിക്കുന്നതും അവിടെ അത് ഈ മിനിയേച്ചർ പെയിന്റിങ്ങുകളിലേക്ക് വലിയ തോതിൽ വഴിതിരിഞ്ഞു പോയതും എന്ന് ചർച്ച ചെയ്യുന്ന സമയത്ത് കേസരി പറഞ്ഞത് അവിടെ കിട്ടുന്ന കല്ല് ഗ്രാനൈറ്റ് ആണ്, കഠിനശിലയാണ്. ഗ്രാനൈറ്റിൽ നിങ്ങൾക്ക് സൂക്ഷ്മാലങ്കാരം നടത്താൻ പറ്റില്ല, കല്ല് ചെതറിപ്പോകും. മറിച്ച് ഇപ്പോ ബേലൂരിൽ ഹോളോബീഡ് അല്ലെങ്കിൽ വിജയനഗര മേഖലകളിലൊക്കെ കിട്ടുന്ന കല്ല് താരതമ്യേന സോഫ്റ്റാണ്, കാർവ് ചെയ്യാം. അതുകൊണ്ട് ശില്പിയുടെ വൈദഗ്ധ്യമോ കലാപ്രതിഭയോ മാത്രമല്ല ഒരു ശില്പകലാ വിമർശകൻ അന്വേഷിക്കേണ്ടത്, മറിച്ച് കല്ലിനെ കുറിച്ച് പഠിക്കണം, ജിയോളജി അറിയാം. ജിയോളജി അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ശില്പകലാ വിമർശനം അങ്ങേയറ്റത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഇപ്പൊ കേസരി കേരളത്തിലെ കലയെ കുറിച്ച് പറയുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തിന്റെ ഒരു പാരമ്പര്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ ലൗകിക ശില്പങ്ങളൊക്കെ മരത്തിലും ദൈവിക ശില്പങ്ങളൊക്കെ കല്ലിലും പണിയുക എന്നുള്ളത് കേരളത്തിന്റെ ഒരു പാരമ്പര്യമായിരുന്നു. അതുകൊണ്ടാണ് ലൗകിക കല ഇവിടെ ഇല്ലാണ്ടായത്, അല്ലാതെ ഇവിടെ ലൗകിക ഇല്ലാഞ്ഞിട്ടല്ല. ലൗകിക കല ഇല്ലാണ്ടായത് ഈ മരത്തിൽ പണിതത് കുറച്ചാലം കഴിയുമ്പോൾ അങ്ങ് പോകും, കല്ലിൽ പണിതത് ഇങ്ങനെ പോകാതെ വെക്കാം. അപ്പൊ കുറെ കാലം കഴിയുമ്പോൾ പാരമ്പര്യം ഇതാവും. അതുകൊണ്ട് പാരമ്പര്യ ബോധത്തിനുള്ളിൽ വാസ്തവത്തിൽ ഈ നമ്മുടെ മീഡിയം വളരെ പ്രധാനമാണ്. മീഡിയത്തെ കുറിച്ച് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് കലയെ മനസ്സിലാക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബേലൂര് കൊത്തിയ ആൾക്ക് മഹാപ്രതിഭ ഉണ്ടെന്നും മറ്റേ ആൾക്ക് പ്രതിഭ ഇല്ല എന്നുള്ളൊരു തോന്നൽ വരും. വാസ്തവത്തിൽ പ്രതിഭയുടെ പ്രശ്നമില്ല, കല്ലിന്റെ പ്രശ്നമാണ് എന്നത് ഈ ജിയോളജിക്കലായി കൂടി അറിയണം. ഇത് കേസരിയുടെ കലാവിമർശനത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. കലയിലേക്ക് നരവംശ ശാസ്ത്രത്തെ അല്ലെങ്കിൽ ഭൂവിജ്ഞാനത്തെ, ചരിത്രത്തെ, മന്ത്രവാദത്തെ ഒക്കെ കൂട്ടിക്കൊണ്ടുവന്ന് ഇതെല്ലാം കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു കൺവെർജൻസ് പോയിന്റ് ആയിട്ടാണ് മൂപ്പരൊരു കൾച്ചറൽ ആർട്ടിഫാക്റ്റിനെ കാണുക. അപ്പൊ ഒരു കൾച്ചറൽ ആർട്ടിഫാക്റ്റിലേക്ക് നോക്കാൻ, അത് ഭാഷയാകട്ടെ, കവിതയാകട്ടെ, ശില്പമാകട്ടെ, അല്ലെങ്കിൽ ഒരു ചിത്രരൂപമാകട്ടെ, അതിലേക്കൊക്കെ നോക്കാൻ അതിന്റെ വഴി മാത്രമല്ല, നമ്മൾ ഇന്റർ ഡിസിപ്ലിനറി എന്ന് പറയുന്ന പല വഴികള്, പല പ്രഭാവങ്ങൾ ഒരുമിച്ച് മേളിക്കുന്ന ഒരു മീറ്റിംഗ് പോയിന്റിലാണ് ഒരു കലാവസ്തു നിൽക്കുന്നത്. അതുകൊണ്ട് ആ കലാവസ്തുവിലേക്ക് നോക്കിയാല് നിങ്ങൾക്ക് ചരിത്രത്തിന്റെ ഒരുപാട് ബലങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. അതുകൊണ്ട് ഒരു പ്രോസസ് ആയിട്ടാണ് ഒരു ശില്പത്തെ കാണേണ്ടത്, ഒരു ഫിക്സഡ് എൻറ്റിറ്റി ആയിട്ടല്ല. ഒരു പ്രോസസ് ആയിട്ടാണ് ഒരു കവിതയെ കാണേണ്ടത്, അതൊരു നിശ്ചല രൂപം അല്ല. ഇങ്ങനെയുള്ള ഒരു തോന്നൽ ഉണ്ടാക്കിയെടുക്കാൻ വലിയ തോതിൽ ശ്രമിച്ച ഒരാളായിരുന്നു കേസരി ബാലകൃഷ്ണപിള്ള. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നൊരു പോയിന്റ് എന്ന് വെച്ചാൽ കലാവിമർശനത്തിൽ അദ്ദേഹം എത്തുമ്പോൾ അദ്ദേഹം പത്രപ്രവർത്തനത്തിൽ അദ്ദേഹം ആധുനികതയുടെയും പ്രബുദ്ധതായുഗ മൂല്യങ്ങളുടെയും വലിയ വക്താവായിട്ടാണ് നിലനിന്നതെങ്കിൽ കലാവിമർശനത്തിലും സാഹിത്യ പഠനത്തിലും എത്തുന്ന സമയത്ത് അദ്ദേഹം പ്രബുദ്ധതായുഗ മൂല്യങ്ങളുടെ വിമർശകനായി തീരുകയും ആധുനികതയ്ക്കുള്ളിലെ വൈരുദ്ധ്യങ്ങളെ പുറത്തു കൊണ്ടുവരാനായിട്ട് ഒരുപക്ഷെ കേസരി കലയിൽ നിന്നത് ആധുനികതയിലെ വൈരുദ്ധ്യങ്ങളിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഡയലക്റ്റിക് ഓഫ് എൻലൈറ്റൻമെന്റ് എന്ന് പറയുന്നത് കേസരി തന്റെ കലാവിമർശനത്തിന്റെ ഉള്ളിൽ നിലനിർത്തിയ ഒരു കാര്യമാണ്. ഈ വൈരുദ്ധ്യത്തെ മുമ്പിൽ കാണുന്നുണ്ട്. ഇത് ഒരു അലൗകിക മൂല്യമായിട്ട് കലയെ ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട് എന്നതോടൊപ്പം തന്നെ ഇത് കലയെ ഒരു വിപണി വസ്തുവാക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ ഗുപ്തകാല കലയെ കുറിച്ച് കേസരി പറയുന്ന ഒരു കാര്യം, വാസ്തവത്തിൽ ഗുപ്തകാല കലയുടെയും സാമൂഹ്യ ജീവിതത്തിന്റെയും തകർച്ചയുടെ കാലമാണ്. കൊസംബി എന്ന് പറയുന്നതിനും വളരെ മുമ്പ് കേസരി പറഞ്ഞു. കൊസംബി പിന്നീട് പറയുന്നുണ്ടല്ലോ, പഴയകാലത്തെ മഹാനഗരങ്ങളൊക്കെ കാട് കൂടി കിടക്കുന്ന ഘട്ടമാണ് ഈ ഗുപ്തകാലം. അതുകൊണ്ട് ഈ നവരത്നങ്ങളുടെ കാലം എന്നുള്ളതിനെ ഒന്നും കേസരി മാനിക്കുന്നില്ല. കേസരി ഗുപ്തകാലത്തെ പൊതുവെ ഇന്ത്യൻ കലയുടെ അധപ്പതന ദശയായിട്ടാണ് കേസരി കാണുന്നത്. അത് ഈ ചരിത്രബോധം കൊണ്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു ലീനിയർ ആയ ഒരു നെഗറ്റീവായിട്ട് ചരിത്രത്തെ കാണുന്നതിന് പകരം അതിനെ ഞാൻ ഈ പറഞ്ഞ പല ബലങ്ങൾ കൺവെർട്ട് ചെയ്യുന്ന ഒരു മീറ്റിംഗ് പോയിന്റായിട്ട് കലയെ കാണുക എന്നതാണ് കേസരി ചെയ്ത ഒരു കാര്യം. അങ്ങനെ ചെയ്തതുകൊണ്ടാണ്, അങ്ങനെ ആലോചിച്ചതുകൊണ്ടാണ് ആധുനികതയുടെ അടിസ്ഥാന ഘടകങ്ങളെ, ഞാൻ ഈ പറഞ്ഞ വ്യക്തിസങ്കല്പം അല്ലെങ്കിൽ ദേശരാഷ്ട്രം അല്ലെങ്കിൽ കുടുംബഘടന
ലൈംഗികത, ഇതിനെയൊക്കെ അദ്ദേഹം തുറന്ന് വിമർശിക്കാനും അതിനപ്പുറത്തേക്ക് പോകാൻ കേരളീയരോട് നിർദ്ദേശിക്കാനുമായിട്ട് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്ന് പറയാം. ദേശീയതാ വിമർശനമാണ് ഞാൻ നേരത്തെ പറഞ്ഞ് പൂർത്തിയാക്കിയെന്നുള്ള കലാമണ്ഡലത്തിന് പണപ്പിരിവുമായിട്ട് വള്ളത്തോള് ഇറങ്ങാൻ തീരുമാനിക്കുന്നു. ഖദർ ധരിച്ചിട്ട്, ഖദർ ധരിച്ചിട്ട് കലാമണ്ഡലത്തിന് വേണ്ടി പണപ്പിരിവ് ഇറങ്ങാൻ കേസരി തീരുമാനിക്കുന്നു. കേസരി അതേക്കുറിച്ച് എഴുതുന്ന പ്രസംഗത്തിൽ പറഞ്ഞ കാര്യം, കലാമണ്ഡലം സ്ഥാപിക്കുന്നത് നല്ലതാണ്, പണം പിരിച്ച് സ്ഥാപിക്കുന്നതും നല്ലതാണ്, പക്ഷേ കാവി ധരിച്ചുകൂടാ. ഒന്നാമത്തെ കാര്യം അതാണ്, കാവി ധരിച്ചുകൂടാ, അതൊരു മതചിഹ്നമാണ്. ഖദറും ധരിച്ചുകൂടാ, അത് ദേശീയതയുടെ അടയാളമാണ്. കാവ്യം ധരിച്ചുകൂടാ, ഖദറും ധരിച്ചുകൂടാ, കാരണം കലയ്ക്ക് ദേശീയത ഇല്ല. അതുകൊണ്ട് കലാമണ്ഡലം വേണം, പക്ഷെ കാവ്യ പാടില്ല, ഖദറും പാടില്ല എന്നതായിരുന്നു കേസരിയുടെ വിമർശനം. ഗാന്ധിയൊക്കെ കേസരി ആ സമയത്ത് വലിയ തോതിൽ വിമർശിക്കുന്നുണ്ട്. ഗാന്ധി അല്ലെങ്കിൽ ടാഗോർ, ഇവരെയൊക്കെ അക്കാലത്ത് ആദർശവൽക്കരിക്കപ്പെട്ട ഏതാണ്ട് എല്ലാവരെയും കേസരി ദേശീയത യുക്തിയുടെ അകത്ത് കയറി വിമർശന വിധേയമാക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. കലയെ കുറിച്ചുള്ള കേസരിയുടെ ഒരു വാക്യം ഞാൻ വായിക്കാം. കല ഉപയോഗകരമായ ഒരു വസ്തുവിനെ നൈപുണ്യപൂർവം നിർമ്മിക്കുന്ന സമുദായ പ്രവർത്തനമാണ്. ഉപയോഗപ്രദമായ ഒരു വസ്തുവിനെ നൈപുണ്യത്തോടെ നിർമ്മിക്കുന്ന ഒരു സമുദായ പ്രവർത്തനമാണ് കല. സാഹിത്യം ഒരു സാമൂഹ്യ പ്രവർത്തനവും സാമുദായിക മത്സരങ്ങൾ കടന്നു കയറുന്ന വ്യക്തിയുടെ മത്സരങ്ങളെ രഞ്ജിപ്പിക്കാനുള്ള ശ്രമമാണ്. ഈ വാക്ക് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഈ സിംബോളിക് ആക്ട് എന്ന് പറഞ്ഞിട്ട് നരേറ്റീവ് ആസ് എ സോഷ്യലി സിംബോളിക് ആക്ട് എന്ന് ഫ്രെഡറിക് ജെയിംസൺ പറയുന്ന സമയത്ത് ജെയിംസൺ പറയുന്നത് ഒരു റിയൽ സോഷ്യൽ കോൺട്രഡിക്ഷൻ ഇമാജിനേറ്റീവ് സൊല്യൂഷൻ ഉണ്ടാക്കലാണ് ഇതിന്റെ ഒന്നാമത്തെ ധർമ്മം. അതിനോട് വളരെ ചേർന്ന് പോകുന്ന ഒരു ഒബ്സർവേഷനാണ് ഇവിടെ പറയുന്നത്. സാഹിത്യം ഒരു സാമൂഹ്യ പ്രവർത്തനവും സമുദായ മത്സരങ്ങൾ ഇടപെടുന്ന വ്യക്തിയുടെ മത്സരങ്ങളെ, സമുദായ മത്സരങ്ങൾ വഴി രൂപപ്പെടുന്ന വ്യക്തിയുടെ മത്സരങ്ങളെ രഞ്ജിപ്പിക്കാനുള്ള ശ്രമവുമാണ്. ഇങ്ങനെ പിൽക്കാലത്ത് കലയെക്കുറിച്ച് വികസിച്ചു വരാനിരിക്കുന്ന എത്രയോ ബോധ്യങ്ങളെ വാസ്തവത്തിൽ കേസരിയുടെ കലാവിമർശനവും സാഹിത്യ വിമർശനവും മുമ്പോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇതെല്ലാം അദ്ദേഹം അവതരിപ്പിക്കുന്ന സമയത്ത് കേരളീയ സമൂഹത്തിൽ ഇതെല്ലാം എമർജ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഒരു ആധുനിക കല വരുന്നേ ഉള്ളൂ, സ്വതന്ത്ര കല വരുന്നേ ഉള്ളൂ, മതേതര കല വികസിക്കുന്നേ ഉള്ളൂ. ഇതെല്ലാം വികസിച്ചു വരുന്ന സമയത്താണ് ഇതിന്റെ വൈരുദ്ധ്യങ്ങളിലേക്ക് കേസരി കടന്നു കയറുകയും പൊതുവെ കേസരിയെ കുറിച്ച് അന്നുണ്ടായിരുന്ന ഒരു വിമർശനം, സാഹിത്യകൃതികളുടെ സൗന്ദര്യാത്മകത വായിച്ച് ആസ്വദിക്കാൻ കഴിവില്ലാത്ത ഒരാളാണ് കേസരി ബാലകൃഷ്ണപിള്ള എന്ന് പറയുകയും, ഞാൻ ഈ പറഞ്ഞതുപോലുള്ള അദ്ദേഹത്തിന്റെ മലയാളം വച്ച് അദ്ദേഹത്തിൻ്റെത് വിലക്ഷണ മലയാളമാണ് എന്ന് പറയുകയും, അദ്ദേഹം ഫ്രഞ്ചിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു കഥ നമ്മുടെ നിരൂപകന്മാരിൽ ഒരാൾ വീണ്ടും മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കേസരിയെ മലയാളം എഴുതാൻ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുണ്ട്. കേസരി വിവർത്തനം ചെയ്തൊരു കഥ, മൊപ്പസാങ്ങിന്റെ ഒരു കഥ മലയാളത്തിലേക്ക് വീണ്ടും മാറ്റി എഴുതി. ഇങ്ങനെയാണ് ഇയാൾ മലയാളം എഴുതുന്നത്, അല്ലാതെ ഇയാൾ എഴുതുന്നതല്ല മലയാളം. കേസരിയുടെ മലയാളത്തിന് ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ ഒരു കഥയെ കുറിച്ച് പറയുമ്പോൾ ഈ കഥയിലെ പ്രധാന ആശയം എന്ന് പറയുകയാണെങ്കിൽ കേസരി ഉപയോഗിക്കുക ഈ കഥയിൽ പൊന്തിച്ചു കാണുന്ന ആശയം എന്നാണ്. ഈ ഒറ്റ വാക്യം മതി, ഒരുവിധപ്പെട്ട ആളുകൾ നിർത്തിപ്പോകും. പൊന്തിച്ചു കാണുന്ന ആശയം ഉയർന്നു നിൽക്കുക, അല്ലാതെ മുഖ്യ ആശയം കേന്ദ്രാശയം ഒന്നുമല്ല. അങ്ങനെ ഒട്ടും അലങ്കാരം ഇല്ലാതിരിക്കുക എന്നത് കേസരിയുടെ ഒരു നിർബന്ധ ബുദ്ധി പോലെ നമുക്ക് തോന്നും. അത് ബോധപൂർവം ചെയ്തതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം പത്രപ്രവർത്തന കാലത്തൊക്കെ കേസരി എഴുതിയ ഭാഷ നോക്കിയാൽ വളരെ ബലിഷ്ഠവും വളരെ ശക്തിയുള്ളതും നല്ല ഓജസ്സുള്ള ഭാഷയിലാണ് പത്രപ്രവർത്തന ഘട്ടത്തിലൊക്കെ കേസരി എഴുതുന്നത്. ആ ഭാഷ പക്ഷെ നമുക്ക് വിമർശനത്തിൽ കാണാനേ പറ്റും. വിമർശനത്തിൽ വരുമ്പോൾ വളരെ ടെക്നിക്കലായ ഒരു ലാംഗ്വേജ് അതിനുവേണ്ടി രൂപപ്പെടുത്തിയെടുക്കാനുള്ള ബോധപൂർവമായൊരു ശ്രമം ആ കേസരിയിൽ കാണാൻ പറ്റും. ഇനി ഇവിടെ നിന്ന് നമ്മൾ കേസരിയുടെ അവസാനത്തെ ഒരു കാര്യം പറയാം. എടപ്പള്ളിയുടെ ആത്മഹത്യയെ കുറിച്ച് എഴുതുന്ന സമയത്ത് ആധുനിക ലോകം മനുഷ്യന് നൽകിയ വലിയ സാധ്യതകളിൽ ഒന്ന് ആത്മഹത്യയാണ് എന്ന് കേസരി എഴുതിച്ചു. ഞാൻ പിന്നീട് വായിച്ചപ്പോഴാണ് വാൾട്ടർ ബെഞ്ചമിൻ എഴുതുന്നു, സൂയിസൈഡ് ഈസ് ദ അച്ചീവ്മെന്റ് ഓഫ് മോഡേണിറ്റി ഇൻ ദ ഫീൽഡ് ഓഫ് പാഷൻസ്. സൂയിസൈഡ് ഈസ് ദ അച്ചീവ്മെന്റ് ഓഫ് മോഡേണിറ്റി ഇൻ ദ ഫീൽഡ് ഓഫ് പാഷൻ. ഇത്തേ ആശയം കേസരി എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ഞാനിതൊക്കെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് പൊട്ടം വരാണെന്ന് നിങ്ങൾ പറയില്ലല്ലോ. ഈ വാൾട്ടർ ബെഞ്ചമിൻ ഫ്രെഡറിക് ജെയിംസൺ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അതിന് വിലയെ അല്ല, കേസരി ബാലകൃഷ്ണൻ ഉണ്ടാകുന്ന ഏകന്ത തീർക്കാന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ ഈ തെളിവ് കൊണ്ടിരുന്നത്. ഇത് കേസ് വാദിക്കല.
ഇതെങ്ങനെ സംഭവിച്ചു? ഇതൊന്നും ദിവ്യദൃഷ്ടി കൊണ്ടൊന്നുമല്ല കേട്ടോ. ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ഹിസ്റ്റോറിസിറ്റി എന്ന് പറയുന്നത് ഈ ചരിത്രത്തിന്റെ ഒരു നിശ്ചലതയല്ല, മറിച്ച് ബലങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ചലനാത്മകതയാണ് ചരിത്രപരത. പല ബലങ്ങൾ, പല പ്രഭാവങ്ങൾ. മറ്റേ റെയ്മണ്ട് വില്യംസ് ഒക്കെ ഡോമിനന്റ്, എമർജന്റ്, റെസിഡ്യൂവൽ എന്നൊക്കെ പറയുമല്ലോ. ആ നിലയിലുള്ള ബലങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചലനാത്മകതയാണ് യാഥാർത്ഥ്യം, കല എന്നതാണ് കേസരിയുടെ കലാചിന്തയുടെ മൗലികമായ ഒരു സവിശേഷതയായിട്ട് നമുക്ക് തോന്നുന്നത്. വേണമെങ്കിൽ ഒരു കാര്യം കൂടി ഇതിനെക്കുറിച്ച് പറയാവുന്നത്, ഈ കേരളത്തിലെ കലയെ കുറിച്ച് പറയുമ്പോൾ കേസരി പറയുന്നുണ്ട്, കേരളത്തിൽ പാശ്ചാത്യ ചിത്രകല ആദ്യം വന്നത് രവിവർമ്മ വരച്ചിട്ടല്ല, മറിച്ച് കേരളത്തിലെ പള്ളികളിലെ അത്താഴ ചിത്രങ്ങളിലാണ് ആധുനികത ആദ്യം വന്നത്, പാശ്ചാത്യ കല ആദ്യം വന്നത്. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്, കേരളത്തിലെ തിരുവാങ്കൂർ ഗവൺമെന്റ് ചുമർചിത്രങ്ങൾ സംരക്ഷിക്കുമ്പോൾ ഹൈന്ദവ ദേവാലയങ്ങളിലെ ചുമർചിത്രങ്ങൾ എന്നതുപോലെ അതിപ്രബലമായ ഒരു പാരമ്പര്യം ക്രൈസ്തവ ദേവാലയങ്ങളിലെ ചുമർചിത്രങ്ങളാണ്. അത് സംരക്ഷിക്കാനുള്ള നടപടി തിരുവാങ്കൂർ ഗവൺമെന്റ് കാണിക്കണം, സങ്കുചിതമായ മതബോധം അക്കാര്യത്തിൽ കാണിക്കണം. 2022 1922 മലയാളത്തിലെ വലിയ 2 കാവ്യങ്ങൾ ഇറങ്ങിയത്, ചണ്ടാല ഭിക്ഷുകിയും ദുരവസ്ഥയും. ചണ്ടാല ഭിക്ഷുകിയെ കുറിച്ച് കേസരി എഴുതുന്ന സമയത്ത് കേസരി പറയുന്നത്, ദുരവസ്ഥയേക്കാൾ മെച്ചപ്പെട്ട കൃതിയാണ് ചണ്ടാല ഭിക്ഷുകി. അതിന് കാരണം ദുരവസ്ഥ ഹൈന്ദവ മതാത്മകതയുടെ സങ്കുചിതമായ ഒരു പരിധിക്കുള്ളിലാണ് നിലനിൽക്കുന്നത്. ചണ്ടാല ഭിക്ഷുകി അത് മാത്രമല്ല, പിന്നെ പറയുന്നത് ചണ്ടാല ശബ്ദം കൊണ്ട് പതിതരായ മുഴുവൻ മനുഷ്യരുടെയും അനുഭവത്തെ അത് ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് അത് ഒരു മതത്തിനുള്ളിലെ പ്രശ്നമായിട്ടല്ല, മനുഷ്യവംശത്തോളം വലിയൊരു പ്രശ്നമായിട്ട് അതിനെ മാറ്റുന്നു എന്ന് ഈ ശബ്ദം, അന്ന് തെളിയുന്ന ശബ്ദം വന്നിട്ടില്ല, മറിച്ചൊരു പുതിയ കാറ്റഗറിയാണ് ഈ ശബ്ദമെന്നും ഈ ശബ്ദം എന്നത് ഒരു മർദ്ദിതാവസ്ഥയെ ആകമാനം സൂചിപ്പിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് എന്നും അങ്ങനെ മർദ്ദിതാവസ്ഥയെ ആകമാനം ഉൾക്കൊള്ളുന്ന ഒരു കവിതയായിരിക്കുമ്പോൾ അത് കൂടുതൽ മെച്ചപ്പെട്ടതാണ് എന്നും മറ്റത് ഹിന്ദു മതത്തിനകത്തുള്ള ഒരു ദുരാചാരത്തോടുള്ള ഒരു സംഘർഷമായതുകൊണ്ട് അതിന് താരതമ്യേന ഒരു പരിമിതി ഉണ്ടെന്നും അതുകൊണ്ട് ആശാന്റെ കവിതയിൽ മെച്ചപ്പെട്ടത് ചണ്ടാല ഭിക്ഷുകിയാണെന്നും ചണ്ടാല ഭിക്ഷുകിയുടെ അതിന്റെ പഠനത്തിൽ കേസരി എഴുതുന്നുണ്ട്. ഇതുപോലെ തന്നെ ഒരുപക്ഷെ ഇന്നത്തെ നിലയിൽ കൂടുതൽ പ്രാധാന്യമുള്ള ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ അക്കാലത്ത് പള്ളത്തുരാമൻ രാവണായനം എന്ന പേരിൽ ഒരു കവിത എഴുതുന്നുണ്ട്. രാമായണത്തിനെതിരെ ഒരു കൗണ്ടർ നരേറ്റീവ് എഴുതാൻ ശ്രമിക്കുന്നു. അപ്പൊ കേസരി അതിനെ പിന്തുണയ്ക്കുകയും ഈ രാവണായനത്തിലെ രാവണനെ എങ്ങനെ വിഭാവനം ചെയ്യണം, അത് ബൗദ്ധ പാരമ്പര്യത്തിൽ നിന്ന് ജൈന പാരമ്പര്യത്തിൽ നിന്ന് ഏതേത് കഥകളെയൊക്കെ സ്വീകരിക്കാൻ പറ്റും, അവിടെയൊക്കെ രാവണന് വ്യത്യസ്ത രൂപങ്ങളുണ്ട്, അതൊക്കെ സ്വീകരിക്കാമെന്ന് പറയുകയും ഇതൊക്കെ എങ്ങനെ സ്വീകരിക്കണമെന്ന് വിശദീകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞിട്ട് കേസരി പറയുന്നത്, പക്ഷേ തന്റെ രാവണായനം കൊണ്ട് മിസ്റ്റർ പൊള്ളത്തുരാമൻ എങ്ങനെയാണ് മിസ്റ്റർ പൊള്ളത്തുരാമൻ സാധിക്കാൻ ശ്രമിക്കുന്ന വിപ്ലവത്തെക്കാൾ വലിയ വിപ്ലവം രാമായണം വീണ്ടും എഴുതിക്കൊണ്ട് മിസ്റ്റർ കുമാരനാശാൻ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇന്നത്തെ അവർണ കവികൾ കുമാരനാശാന്റെ മാർഗം സ്വീകരിക്കുന്നതാണ് നല്ലത്. ചെറിയ കാര്യമല്ല അത്. കാരണം ഈ സമാന്തര ലോകം ഉണ്ടാക്കി നിങ്ങൾ അവിടെ കളിച്ചുകൊണ്ടിരുന്ന ഇതിനകത്തൊന്നും സംഭവിക്കില്ല. പള്ളത്തുരാമന്റെ രാവണായനം കേരളത്തിൽ ഉണ്ടാക്കിയതിന്റെ 10,000 മടങ്ങ് ചലനം കുമാരനാശാന്റെ നിന്ദാഷ്ടിയായ സീത ഈ രാമായണ പാരമ്പര്യത്തിനകത്തുണ്ടാക്കി. പടുരാക്ഷസ ചക്രവർത്തിയെ മുടൽ മോഹിച്ചത് ഞാൻ പിഴച്ചതോ എന്നൊരൊറ്റ ചോദ്യം 100 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്നത് ഇതിന്റെ അകത്തുനിന്ന് ചോദിച്ചിട്ടാണ്. പുറത്തുനിന്ന് ചോദിച്ചാൽ ഇത് ആരും കേൾക്കില്ല. അതുകൊണ്ട് കേസരി പറഞ്ഞത്, നിങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്, പക്ഷെ ഫലിക്കണമെങ്കിൽ ഈ ബലത്തിനുള്ളിൽ കളിക്കണം, ഫലിക്കണമെങ്കിൽ. അല്ലെങ്കിൽ അത് വേറൊരു സന്ദർഭത്തിലുണ്ട് കേട്ടോ. ഈ സമദർശി അടച്ചുപൂട്ടിയ സമയത്ത് മൂപ്പർ 2 പ്രതിജ്ഞ എടുത്തിരുന്നു. സമദർശിയിൽ നിന്ന് പിരിഞ്ഞ സമയത്ത്, ഒന്ന്, ഇനി ആരുടെയും പത്രത്തിൽ പ്രവർത്തിക്കില്ല, സ്വന്തം പത്രം പണം പിരിച്ചിട്ട് അതിന്റെ പത്രാധിപരായിട്ട് പ്രവർത്തിക്കുള്ളൂ. രണ്ടാമത്തെ പ്രതിജ്ഞ കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്ന് പത്രം ഇറക്കില്ല. കാരണം തിരുവനന്തപുരം മുഴുവൻ ഈ രാജഭക്തന്മാരുടെയും നായർ പ്രമാണിമാരുടെയും കേന്ദ്രമാണ്, അതുകൊണ്ട് അവിടെ നടക്കില്ല. പക്ഷേ 4 കൊല്ലം കഴിഞ്ഞ് പണമൊക്കെ പിരിച്ച് പ്രബോധനം തുടങ്ങിയപ്പോൾ തിരുവനന്തപുരത്ത് തുടങ്ങി. അതിനെക്കുറിച്ച് കേസരി പറഞ്ഞൊരു കാര്യമുണ്ട്. പത്രത്തിന് ആഘാതശേഷി ഉണ്ടാവണമെങ്കിൽ അധികാര കേന്ദ്രത്തിലെത്തണം. അതുകൊണ്ട് പത്രത്തിന്റെ ധർമ്മം നിർവഹിക്കണമെങ്കിൽ അത് തിരുവനന്തപുരത്ത് തന്നെ വേണം. അതുകൊണ്ട് എന്റെ ആദർശബോധം മാറ്റിവെച്ച് അതിന്റെ സാമൂഹ്യ ഫലത്തെ പ്രധാനമായി കരുതുന്നത് കൊണ്ട് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് തന്നെ ഇത് ആരംഭിക്കുന്നു.
ഇതിനെയാണ് കേട്ടോ ഈ ചരിത്ര വിവേകം എന്ന് പറയുന്നത്. നിങ്ങളുടെ ആദർശബോധമായിട്ട് നിങ്ങൾ ഈ മൂലക്കിരുന്ന് ഞാൻ കൊല്ലത്താണ് പത്രമെങ്കിൽ ആ കൊല്ലത്തിരിക്കും. കേസരി ബാലകൃഷ്ണപിള്ള ഉണ്ടാവില്ല, വിമർശനം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കേസരി പറഞ്ഞത് പള്ളത്തിരാമൻ എഴുതുന്ന കവിത നല്ലതാണ്, പക്ഷെ ഭരിക്കണമെങ്കിൽ ആശാന്റെ പണിയെടുക്കണം, അകത്ത് കയറി യുദ്ധം ചെയ്യണം. ആ യുദ്ധമാണ് ഭരിച്ചത്. അതുകൊണ്ട് കേസരി ഞാൻ പറഞ്ഞ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചരിത്രത്തിന്റെ ഡൈനാമിക്സ് കേസരിക്ക് അറിയാം. ചരിത്രത്തിന്റെ ഡൈനാമിക്സിനുള്ളിലാണ് ഈ കല നിൽക്കുന്നത്, സമൂഹം നിൽക്കുന്നത് എന്നറിഞ്ഞിട്ടാണ് കേസരി ഇടപെടുന്നത്. അതാണ് ഈ ചരിത്രപരത എന്ന് ഞാൻ പറയുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ നമുക്ക് ഇനിയും പറയാം. ഞാനത് അവിടെ വെച്ച് നിർത്തിയിട്ട് അവസാനത്തെ ഒരു പോയിന്റിലേക്ക് വരാം. അത് കേസരിയുടെ ചരിത്ര ദർശനമാണ്. കേസരിയുടെ ചരിത്ര ദർശനം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ കൂടുതൽ അപഹസിക്കപ്പെട്ടതാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഹിസ്റ്റോറിക്കൽ സ്കോളർഷിപ്പ് ഒരു 10 കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ കേസരി എന്തെങ്കിലും ഒന്ന് മറ്റത് ഈ പൊട്ടത്തരമൊക്കെ പറയുന്ന ഒരു കിർക്കൻ എന്ന നിലയിലാണ് പൊതുവെ കണ്ടിരുന്നത്. ഈ സമീപകാലത്തായിട്ട് ഇപ്പൊ ദിലീപ് മേനോന്റെ പഠനം വന്നിട്ടുണ്ട്. അങ്ങനെ പലരും കേസരിയെ കുറിച്ച് ആലോചിച്ച് പോകുന്നുണ്ട്. കേസരിയുടെ ചരിത്ര പഠനത്തെ തെറ്റാണെന്ന് തെളിയിക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. കാരണം കേസരിയുടെ ഏതെങ്കിലും ഒരു ഒബ്സർവേഷൻ എടുത്തിട്ട് അത് തെറ്റാണെന്ന് തെളിയിക്കാൻ പറ്റും. അപ്പൊ ഗാന്ധി തെറ്റാണെന്ന് തെളിയിക്കാൻ വളരെ എളുപ്പം. 1905 മൂപ്പര് പറഞ്ഞ ഏതെങ്കിലും ഒരു പ്രസ്താവന എടുത്താൽ മതി, അത് മുഴുവൻ അബദ്ധമായിരിക്കും. അതിന്റെ ഒരു നിര ഉണ്ടാക്കി കഴിഞ്ഞാൽ അരുന്ധതി റോയ് മറ്റേ പുസ്തകത്തിന്റെ അവതാരിക എഴുതിയതുപോലെ അറേഞ്ച് ചെയ്യും. അത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. കാരണം 100 വള്ളി എഴുതിയ ഒരാള് എല്ലാം ശരി പറഞ്ഞിട്ട് എഴുതാൻ പറ്റില്ല. നോക്കൂ, ചരിത്രത്തിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് തങ്ങളുടെ മുമ്പിലുള്ള ഇഷ്യൂസിനോടാണ് എൻഗേജ് ചെയ്യുക. അല്ലാതെ അവസാനത്തെ സത്യം പറയുക അവരുടെ ഒരു അജണ്ടയിലില്ല. അവസാനത്തെ സത്യം പറയുന്ന ആരാ? സെമിനാറിൽ പേപ്പർ ചെയ്യുമ്പോഴാണ്. അപ്പൊ നിങ്ങൾക്ക് ഫൈനൽ ട്രൂത്ത് പറയാം. മറിച്ച് ഈ ചരിത്രത്തിന്റെ നടുവിൽ നിൽക്കുന്ന ഗാന്ധി പറഞ്ഞൊരു വാക്യം എനിക്ക് വളരെ ഹൃദ്യമായി തോന്നിയൊരു വാക്യമുണ്ട്. ഐ മേക്ക് നോ ഹോബ്ഗോബ്ലിൻ ഓഫ് കൺസിസ്റ്റൻസി. If I am true to myself from a moment to moment, I do not mind the inconsistencies that fall upon me. ഞാൻ ഈ അഭിപ്രായ സ്ഥിരതയുടെ ദുർഭൂതത്തെ ചുമന്നുകൊണ്ട് നടക്കുന്നില്ല. എന്നോട് ഓരോ നിമിഷവും സത്യസന്ധനാണ് ഞാനെങ്കിൽ എന്റെ മേൽ വന്നു വീഴുന്ന അസ്ഥിരതകളെ ചൊല്ലി ഞാൻ വ്യാകുലപ്പെടുന്നില്ല. ഇത് വലിയൊരു കാര്യമാണ്. ജമാഷ് പറയും, ജീവിതത്തിന്റെ മുഖത്ത് നോക്കി കാണുന്ന സത്യം വിളിച്ചു പറയാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. മാഷ് രസമായിട്ട് പറയാം, 50 കൊല്ലമായിട്ട് ഒരാൾ ഒരേ അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ മിക്കവാറും അതിന്റെ അർത്ഥം മൂപ്പർക്ക് ഒന്നും തിരിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അയാൾ നാട്ടുകാരെ പറ്റിക്കുന്നതാണ്. കാരണം നിങ്ങൾക്ക് മാറാതിരിക്കാൻ പറ്റില്ല ചരിത്രം. അതുകൊണ്ട് 1915 ഗാന്ധി പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ ഗാന്ധി മാത്രമൊന്നുമല്ല കേട്ടോ. നിങ്ങൾ ഏത് വലിയ സാമൂഹ്യ ഇടപെടൽ നടത്തിയ മനുഷ്യരെ നോക്കിക്കോളൂ. അംബേദ്കർ 27 മഹത് സത്യാഗ്രഹം നടത്തുന്നു, മറ്റേ മൻസൂറി എത്തിക്കുന്നു, 30-ൽ അദ്ദേഹം ILP ഉണ്ടാക്കുന്നു, ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി. ഒന്നും ആരും ഓർക്കാത്തൊരു കാര്യമുണ്ട്. ILP ഉണ്ടാക്കിയ സമയത്ത് അദ്ദേഹത്തോട് ഒരു ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു ഇന്റർവ്യൂ ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി? നിങ്ങൾ ഡിപ്രസ്ഡ് ക്ലാസ്ന്നോ സപ്രസ്ഡ് ക്ലാസ്ന്നോ ഒന്നും പറയുന്നില്ല. അംബേദ്കർ ഉത്തരം ഈ ലേബർ എന്നുള്ളത് ഇത് മുഴുവനുണ്ട്, അതുകൊണ്ട് ഞാൻ ആ വാക്യം ഉപയോഗിക്കുന്നുള്ളൂ. അംബേദ്കർ മറുപടി അത്. ഈ വാക്യം നിങ്ങൾ എവിടെയും കേൾക്കാൻ വഴിയില്ല, അതുകൊണ്ട് ഞാൻ എടുത്തു പറയണത്. ലേബറിലെല്ലാം ഉണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ SC ഫെഡറേഷനായി. പിന്നെ അദ്ദേഹം വൈസ്രോയി കൗൺസിൽ അംഗമായിട്ട് പ്രവർത്തിച്ചു. വൈസ്രോയി കൗൺസിൽ അംഗമായിരുന്ന ഒരാൾ തന്നെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി. അതേ ആള് തന്നെ പിന്നീട് നെഹ്റുവിന്റെ മന്ത്രിസഭയിൽ നിയമകാര്യ മന്ത്രിയായി. 53-ൽ ഇതെല്ലാം അവസാനിപ്പിച്ചിട്ട് ബുദ്ധമന്ത്രിയിലേക്ക് പോയി. എത്ര മാറ്റം മാറി! ഈ മാറ്റത്തിലൊക്കെ ഒരു പൊസിഷൻ ഉണ്ട്, അത് ജാതി ഉന്മൂലനാണ്. പക്ഷെ വഴിയൊന്നുമല്ല, യാഥാർത്ഥ്യത്തോട് പല നിലയിൽ എൻഗേജ് ചെയ്യേണ്ടി വരും. കാരണം യാഥാർത്ഥ്യം വളരെ സങ്കീർണമായ ഒരു കാര്യമാണ്. അത് ഒറ്റ വഴിക്കൊന്നും പരിഹരിക്കാൻ പറ്റുന്നതല്ല. അവസാനത്തെ ശരി ഉത്തരം പറയാന്നുള്ളത് ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്രമേ ഉള്ളൂ. ചരിത്രത്തിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പാഠപുസ്തകത്തിൽ എല്ലാത്തിനും ശരി ഉത്തരമുണ്ട്, ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടാവില്ല. കുറച്ചൊരു കുഴഞ്ഞ കേസാണ്. മരപ്പാവുകളിൽ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. മറ്റേ ന്യൂമറേറ്റർ വന്നിട്ട് പെണ്ണിനോട് ചോദിക്കും, ഭർത്താവുണ്ടോ? ഭർത്താവില്ല. അതെന്താ അങ്ങനെ? അതൊരു കുഴഞ്ഞ കേസാണ്. ഈ കുഴഞ്ഞ കേസാണ് എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു പ്രയോഗം, കുഴഞ്ഞ കേസാണ്. കാരണം യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കുറച്ച് ഫ്ലൂയിഡ് ആയിട്ടുള്ള, കുറച്ച് അയഞ്ഞു കിടക്കുന്ന, നിങ്ങൾ ഇവിടെ പിടിച്ച അവിടെ വീഴുന്ന, അവിടെ പിടിച്ച ഇവിടെ അയഞ്ഞു പോകുന്ന ഒരു സാധനത്തിന്റെ പേരായി റിയാലിറ്റി എന്ന് പറയുന്നത്. അല്ലാതെ വടിവായിട്ട് കൃത്യമായിട്ട് നിൽക്കുന്ന ഒരു സംഗതിയൊന്നുമല്ല. അതുകൊണ്ട് ഈ വൈരുദ്ധ്യത്തെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് കേസരിയുടെ ഒരു വലിയ പ്രാധാന്യം. ചരിത്രത്തെ സംബന്ധിച്ച് കേസരി ചെയ്ത ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒന്ന്, അദ്ദേഹം
മുമ്പോട്ട് വയ്ക്കാൻ ശ്രമിച്ച ഹിസ്റ്റോറിക്കൽ മെത്തഡോളജി എന്തായിരുന്നു എന്നതാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു ലേഖനത്തിൽ അദ്ദേഹം എഴുതിയ വസ്തുത ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റാണെന്ന് സ്ഥാപിക്കാൻ എളുപ്പം കഴിയും. അതിപ്പോൾ ആരെക്കുറിച്ചും പറ്റും. മാർക്സ് ഇന്ത്യയെ കുറിച്ച് എഴുതിയതൊക്കെ തെറ്റായിരുന്നു സ്ഥാപിക്കാൻ ഇപ്പോൾ വലിയ പ്രയാസമൊന്നുമില്ല. അത് ഏത് ഹിസ്റ്റോറിയനെ കുറിച്ചും നിങ്ങൾക്ക് ഇത് സാധ്യമാണ്. മറിച്ച് ഈ മെത്തഡോളജിക്കൽ ഇഷ്യൂ എന്തായിരുന്നു? കേസരി ഉന്നയിക്കാൻ ശ്രമിച്ച രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ ചരിത്രത്തെ ദേശരാഷ്ട്രപരമായിട്ട് സങ്കല്പിക്കുന്ന ആധുനിക ചരിത്ര ഭാവനയോടുള്ള ആഴത്തിലുള്ള വിമർശനമായിരുന്നു കേസരിയുടെ. രണ്ട്, ചരിത്രം എന്ന് പറയുന്നതിനെ യൂറോസെൻട്രിക്കായി യൂറോപ്പിനെ കേന്ദ്രമാക്കുന്ന ഒരു ചരിത്രവും അതിൻ്റെ ഒരു എന്താ പറയുക അനുബന്ധം പോലെ ഉള്ള, നമ്മൾ ഈ ഡെറിവേറ്റീവ് ഡിസ്കോഴ്സ് എന്നൊക്കെ പിന്നീട് പറയുന്നല്ലോ, അങ്ങനെ വികസിച്ചു വരുന്ന ഒരു തദ്ദേശീയ ചരിത്രവും എന്ന യുക്തിക്ക് പകരം കേസരി ഒരു ബദൽ ചരിത്രം ഭാവന ചെയ്തു. ഇപ്പൊ കേസരിയുടെ ചരിത്ര ഭാവന ശ്രദ്ധിച്ചാൽ നമ്മൾ കാണുന്ന കാര്യം, അതിൽ യൂറോപ്പ് വളരെ പിന്നിലാണ്. യൂറോപ്പ് ഇല്ല, ഉള്ളത് അറേബ്യ ഉണ്ട്, അതുപോലെ തന്നെ ചൈനയുണ്ട്, ഇന്ത്യയുണ്ട്. അറേബ്യയും ചൈനയും ഇന്ത്യയും ഉൾപ്പെടുന്ന ഒരു മറ്റൊരു ഡൊമൈനെ ഭാവന ചെയ്ത് അതിൽ നിന്ന് ലോകത്തിന്റെ ചരിത്രം ഉണ്ടാക്കുക. അങ്ങനെ ലോകത്തിന്റെ ചരിത്രം ഉണ്ടാക്കുമ്പോൾ ഹിസ്റ്റോറിക്കൽ മെത്തഡോളജി എന്ന് പറഞ്ഞ് നമ്മൾ 18ാം നൂറ്റാണ്ട് മുതൽ റാങ്കെ, ഹെഗല് എന്നെല്ലാം പറഞ്ഞ് വികസിപ്പിച്ചെടുത്ത ചരിത്ര വിജ്ഞാനത്തെ അടിസ്ഥാനപരമായി നിരസിക്കേണ്ടി വരും. കേസരി ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യന്റെ വംശചരിത്രത്തിന്റെ ഓർമ്മകൾ ചരിത്രത്തിൽ പ്രധാനമാണോ? നിങ്ങൾ അക്കൗണ്ട് ചെയ്യുന്ന ചരിത്രത്തിന്റെ തെളിവ് സാമഗ്രികളിൽ ഇതിനെങ്ങനെ ശേഖരിക്കാൻ പറ്റും? ഇതിനെങ്ങനെ ഉൾപ്പെടുത്താൻ പറ്റും? അതുകൊണ്ട് ഹിസ്റ്റോറിക്കൽ മെത്തഡോളജി എന്ന് പറയുന്നതിനോട് കേസരി അടിസ്ഥാനപരമായി വിയോജിക്കുകയും താൻ ആശ്രയിക്കുന്ന ചരിത്രരചനാ രീതിക്ക് അദ്ദേഹം ചില മാനദണ്ഡങ്ങൾ അന്നത്തെ നിലയ്ക്ക് 40കളിൽ എഴുതുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്. 8 വഴികൾ അദ്ദേഹം എടുക്കുന്നുണ്ട്. ഒന്ന്, മാക്സിമം ഉള്ളവരുടെ ഭാഷാശാസ്ത്രം, അന്ന് ലഭ്യമായൊരു ഭാഷാശാസ്ത്ര സമീപനം. 2, അരവിന്ദ ഘോഷ് മുമ്പോട്ട് വയ്ക്കുന്ന മിസ്റ്റിക് മതദർശനം. 3, ശ്യാമശാസ്ത്രിയുടെ ജ്യോതിശാസ്ത്രം. 4, പരമേശ്വരയ്യർ വികസിപ്പിച്ച ഭൂഗർഭ വിജ്ഞാനം. ഫ്രൈസറുടെ നരവംശാസ്ത്രം. പർജീറ്ററുടെ ചരിത്രശാസ്ത്രം. ഡോക്ടർ കിർഫെല്ലിന്റെ ഭൂമിശാസ്ത്രം. ഫ്ലിൻഡേഴ്സ് പെട്രിയുടെ പുരാവസ്തു വിജ്ഞാനം. ഈ ഘടകങ്ങൾ ചേർത്തിട്ടാണ് നിങ്ങൾക്ക് ചരിത്രത്തിലേക്ക് പോകാൻ പറ്റുക. ഇത് ഞാൻ പറയണത് ഇതെല്ലാം ശരിയാണോ, ഇവരുടെ രീതി? ഇപ്പൊ പർജീറ്ററെയാണോ ഇപ്പൊ ചരിത്ര വിജ്ഞാനത്തിന്റെ ആധാരമായിട്ട് എടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ തർക്കം വരും. കാരണം പർജീറ്റർ ഏതാണ്ട് യൂഹറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫ്രെയിമിന്റെ ആളായിരുന്നു. ഈ ഐതിഹ്യങ്ങളിൽ കാണുന്ന മനുഷ്യരൊക്കെ, ഇതിഹാസ കഥാപാത്രങ്ങളൊക്കെ ചരിത്ര വ്യക്തികളാണെന്ന് കരുതുന്ന ആളാണ് ഈ പർജീറ്ററൊക്കെ. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേസരി ഉന്നയിക്കുന്ന ചോദ്യം, ഈ പർജീറ്ററെ പിൻപറ്റണമെന്ന് കേസരി പറയുമ്പോൾ നമ്മുടെ ഈ ഇതിഹാസത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു കഥാപാത്രത്തിന് ചരിത്രപരമായ അടിസ്ഥാനമുണ്ട്. ഞാനിപ്പോൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ പറയാം. കൃഷ്ണൻ എന്ന് പറയുന്നത് ചരിത്ര വ്യക്തിയാണോ, ചരിത്രത്തിൽ പല പ്രകാരങ്ങളിൽ പ്രവർത്തിച്ച ഒരു ഭാവനാബന്ധമാണ്? പല പ്രകാരങ്ങളിൽ ഒരു ഭാവനാബന്ധം ചരിത്രത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ സംശയരഹിതമായും അത് ഒരു ഭൗതിക വസ്തുതയാണ്. അങ്ങനെ ഭൗതിക വസ്തുതകളായി തീർന്ന ഭാവനാബന്ധങ്ങളാണ് ഈ ഐതിഹ്യങ്ങളായി പലപ്പോഴും മാറുന്നത്. അവയെ അപ്പാടെ വിഡ്ഢിത്തങ്ങൾ എന്ന് പറഞ്ഞ് പുറത്താക്കിയാൽ, ഇപ്പൊ കൊസാമ്പി പറയും, മിർസാപൂരില് ചക്രം എറിയുന്ന ഒരു ആളുടെ രൂപത്തിലാണ് കൃഷ്ണൻ ആദ്യം പ്രത്യക്ഷപ്പെടുന്നത്. പിന്നെ കൃഷ്ണന്റെ പരിണാമത്തിന്റെ 6-7 ഘട്ടങ്ങൾ കൊസാമ്പി ചൂണ്ടിക്കാണിച്ചു. ഈ 6-7 ഘട്ടങ്ങളിലും സവിശേഷമായ നിലയിൽ ഈ കൃഷ്ണൻ സമൂഹത്തിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു ശക്തിയാണ്. അല്ലാതെ കൃഷ്ണൻ ഒരു ഐതിഹ്യം മാത്രമല്ല. അതായത് നമ്മുടെ ആധുനികമായ യുക്തിവിചാരത്തിന്റെ താർക്കികത കൊണ്ട് ഐതിഹ്യങ്ങളെ അപ്രോച്ച് ചെയ്യുന്നതിൽ വലിയ പരിമിതി ഉണ്ടെന്നാണ് കേസരി പറയുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു സുപ്രധാന കാര്യം, നമ്മുടെ കാലഗണനാ രീതി മതിയോ? അത് അദ്ദേഹം ഉന്നയിച്ചൊരു ചോദ്യമാണ്. അതായത് BC AD എന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് ഒരു 8000 കൊല്ലത്തെ അല്ലെങ്കിൽ 10000 കൊല്ലത്തെ ചരിത്രത്തെ അളക്കുന്ന, 2000 കൊല്ലം മുമ്പുള്ളത് AD ആയിട്ടും അതിനു മുമ്പുള്ളത് BC ആയിട്ടും, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറയുമല്ലോ ഹിസ്റ്ററി, പ്രീ ഹിസ്റ്ററി, പ്രോട്ടോ ഹിസ്റ്ററി, പ്രീ ഹിസ്റ്ററി എന്ന് പറയും. എഴുത്തിന്റെ ചരിത്രം വരുന്നതോടെയാണ് ചരിത്രം വരുന്നത് ആണോ? ഇതൊരു വലിയ പ്രശ്നമല്ലേ? എഴുത്തില്ലാത്ത കാലത്ത് മനുഷ്യനുണ്ടാക്കിയ ജീവിത പ്രകാരങ്ങൾക്ക് പിൽക്കാലത്ത് ഒരു സ്വാധീനവും ചെലുത്താൻ പറ്റിയിട്ടില്ലേ? ഇന്നിപ്പോ നമുക്ക് ജനിതകശാസ്ത്രം അറിയാം. ജനിതഘടനകളെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ജനിതഘടനകൾ എത്രയോ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയിട്ട് ഇപ്പോഴും നമ്മുടെ സംസ്കാരത്തിലും ചരിത്രത്തിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ഈ ജനിതകത്തെ അക്കൗണ്ട് ചെയ്യാനായിട്ട് നമ്മുടെ മെത്തഡോളജിയിൽ ഒരു സംവിധാനമില്ല. അതുകൊണ്ട് കേസരി ഉന്നയിച്ച, ഞാൻ പറഞ്ഞ അതുകൊണ്ടാണ് കേസരി എഴുതിയ ലേഖനത്തിൽ
ഇപ്പോ വിചിത്രമായ പല കാര്യങ്ങളും മൂപ്പര് എഴുതിയിട്ടുണ്ട്. ഇപ്പോ പെരുന്തച്ചൻ എന്ന് പറയുന്നത് കനായി ബൊമ്മനാണെന്ന് എഴുതിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ അലക്സാണ്ടർ ചക്രവർത്തി ഉണ്ടല്ലോ, അലക്സാണ്ടർ ചക്രവർത്തി തന്നെയാണ് പഴനി ആണ്ടവൻ എന്ന് എഴുതുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പലമാതിരി സാധനങ്ങളുണ്ട്. മാത്രമല്ല കൗതുകമുള്ളൊരു കാര്യം, യുക്തിപരമായിട്ട് സമർത്ഥിച്ചെത്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കേസരി പറയും അത് ഞാൻ മറ്റേ ലേഖനത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് പറയും. ഇതെങ്ങനെ കണ്ടുപിടിച്ചതെന്ന് ഈശ്വരന് പോലും മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം പുള്ളിയുടെ ഐതിഹ്യ ലോകം എന്നൊക്കെ പറഞ്ഞത് ബാബിലോണിയൻ ഐതിഹ്യം, ചൈനീസ് ഐതിഹ്യങ്ങൾ, അറേബ്യൻ കഥകൾ, ഇന്ത്യൻ പാരമ്പര്യത്തിലെ കഥകൾ, ഇതെല്ലാം കൂടി കൂട്ടിയിണക്കിയിട്ട് ഒരൊറ്റ കുശല മിക്കവാറും ഒരു എപ്പിഫനി പോലെ, ഒരു വെളിപാട് പോലെയാ ആശയം വരിക. അതുകൊണ്ട് മോഡേൺ ഹിസ്റ്റോറിയോഗ്രാഫിയുടെ ഒരു മെത്തഡോളജിക്കിനകത്ത് നിൽക്കില്ല. പക്ഷെ മൂപ്പര് ഉന്നയിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടതെന്നൊരു തോന്നല എനിക്കുള്ളത്. അത് ലക്ഷക്കണക്കായി നീണ്ടു നിൽക്കുന്ന നമ്മുടെ ചരിത്ര വംശ പാരമ്പര്യത്തെ ആധുനിക കാലത്തിന്റെ അളവുകോലുകൾ കൊണ്ട് അളന്നാൽ നിങ്ങൾക്ക് എവിടെ വരെ ആ ചരിത്രത്തെ കൊണ്ടുപോകാൻ പറ്റും, അതിൽ എത്രത്തോളം വസ്തുത ഉണ്ടാകും എന്നത്. അതുകൊണ്ട് ഭാഷാശാസ്ത്രത്തിന്റെ, മതദർശനത്തിന്റെ, ജ്യോതിശാസ്ത്രത്തിന്റെ, ഭൂഗർഭശാസ്ത്രത്തിന്റെ, പുരാവസ്തു വിജ്ഞാനത്തിന്റെ, ഭൂമിശാസ്ത്രത്തിന്റെ, ചരിത്ര വിജ്ഞാനത്തിന്റെ ഒക്കെ അടരുകളെ കൂട്ടിയിണക്കുന്ന ഒരു ബദൽ മെത്തേഡ് ഉണ്ടാക്കുക എന്നതായിരുന്നു കേസരിയുടെ ഒരു ലാർജർ താല്പര്യം. അത് എവിടെ എത്തുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഈ ദേശീയ ചരിത്രത്തെ അത് റദ്ദാക്കി കളയും. ആ ദേശീയ ചരിത്രം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഭൂവിജ്ഞാനത്തിലൂടെ നോക്കിപ്പോയാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഐതിഹ്യ പഠനത്തിലൂടെ നോക്കിപ്പോയാൽ ഇവിടെയുള്ള ഐതിഹ്യത്തെ നിങ്ങൾക്ക് വേറെ പലയിടങ്ങളിൽ കാണാൻ പറ്റും. ബന്ധങ്ങളുടെ ഒരു വലിയ അടര് കാണാൻ പറ്റും. ഇപ്പൊ എൻ വി കൃഷ്ണനായർ പറയുന്നുണ്ട് നമ്മുടെ ഓണം അസീറിയൻ പുരാണത്തിൽ നിന്ന് വന്നതാണ് എന്ന് പറയുന്നുണ്ട്. ഓണത്തിനുണ്ടാക്കുന്ന ഈ ഓണപ്പടവുണ്ടല്ലോ, ഒരു ചതുരത്തട്ടിട്ട് അതിന്റെ മുകളിൽ പിന്നെ ഒരു ചതുരത്തട്ടിട്ട് ഇങ്ങനെ മുകളിലേക്ക് കൊടുത്തു വരുന്ന ഓണപ്പടവുകളുടെ പാറ്റേൺ ഈ ഹിറ്റൈറ്റുകളുടെ സിഗറാത്തിന്റെ ഒരു മിനിയേച്ചറാണ് എന്നെല്ലാം അദ്ദേഹം പറയുന്നുണ്ട്. ശരിയോ തെറ്റെന്നുള്ളതല്ല, പക്ഷെ ഈ പ്രശ്നം അതിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇങ്ങനെ പലമാതിരി വിശദീകരണങ്ങളുണ്ട്. അതുകൊണ്ട് കേസരി മുമ്പോട്ട് വയ്ക്കുന്ന ഈ ചരിത്ര ദർശനത്തിന്റെ അടിസ്ഥാനപരമായ രണ്ട് സാധ്യതകൾ, ഒന്ന് ദേശീയവാദ ചരിത്രത്തെ അത് മറികടക്കുന്നു, രണ്ട് ചരിത്രത്തെ കാര്യകാരണങ്ങളുടെ നേർവരയിൽ പ്രതിഷ്ഠിക്കുന്ന ഒരു സമ്പ്രദായത്തെ അത് തള്ളുന്നു. നേർവരയിലല്ല. വേണമെങ്കിൽ ഓർക്കാവുന്ന ഒരു വാക്യം ദലീസ് ഹിസ്റ്ററിയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, വാട്ട് ഹിസ്റ്ററി ഡസ് is to translate the coexistence of becomings into a succession. ആയിത്തീരലുകളുടെ സഹവർത്തിത്വത്തെ നൈരന്തര്യമാക്കി മാറ്റലാണ്. ആയിത്തീരലുകളുടെ സഹാസ്തിത്വം, കോഎക്സിസ്റ്റൻസ് ഓഫ് ബിക്കമിങ്സ്, പരിണമിച്ചുകൊണ്ടേയിരിക്കുന്ന പല ബിക്കമിങ്സ് ഒരേ സമയത്ത് നിൽക്കുന്നു, ഒരു പ്രതലത്തിൽ നിൽക്കുന്നു. 1000 പ്ലാറ്റ്യൂസ് എന്ന് പറയും. ആയിത്തീരലുകളുടെ പല പ്രകാരങ്ങൾ ഒരേ സമയത്ത് നിൽക്കുന്നു. ചരിത്രവിജ്ഞാനം എന്ത് ചെയ്യുന്നു? അതിനെ കാര്യകാരണങ്ങളുടെ ഒരു ശൃംഖലയിൽ പ്രതിഷ്ഠിക്കുന്നു. അപ്പൊ നൈരന്തര്യം വരുമ്പോ എന്ത് സംഭവിക്കും? നൈരന്തര്യം വരുമ്പോൾ സംഭവിക്കുന്നത്, ഞാൻ വേറൊരു ഉദാഹരണത്തിൽ പറയാം. അതായത് എ എന്നും ബി എന്നും രണ്ട് ഇവന്റുകളെ നിങ്ങൾ ഹിസ്റ്റോറിക്കൽ നാരേറ്റീവിനകത്ത് പ്ലേസ് ചെയ്യുന്നു നോക്കാം. എങ്ങനെയാ സംഭവിക്കുക? എ എന്ന് പറയുന്നതിനെ രൂപപ്പെടുത്തിയ ഒരു 10 ബലങ്ങളുണ്ട്, ബിയിൽ പ്രവർത്തിക്കുന്ന 10 ബലങ്ങളുണ്ടെങ്കിൽ എയിലും ബിയിലും പൊതുവായിട്ടുള്ള 4-5 ബലങ്ങളെയാണ് നമ്മൾ കൂട്ടിയിണക്കായി നരേറ്റീവിനകത്ത്. അതായത് എയിലും ബിയിലുമുള്ള പൊതുവായ ഘടകങ്ങൾ കൊണ്ട് അത് നരേറ്റീവിനകത്ത് പ്രതിഷ്ഠിക്കപ്പെടുകയും നരേറ്റീവായ ഒരു അർത്ഥം അത് ആർജിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ അതിന്റെ തനതായ അർത്ഥത്തെ അത് ഉപേക്ഷിക്കുകയും ചെയ്യും. അതുകൊണ്ട് ചരിത്രം തെളിയിച്ചെടുക്കുക മാത്രമല്ല, ചരിത്രം മറച്ചു വെക്കുകയും ചെയ്യുന്നു. ഈ മറച്ചു വെക്കപ്പെടുന്ന ഇടത്തെ എങ്ങനെ വീണ്ടെടുക്കാം എന്ന ചോദ്യം ഉന്നയിക്കാനാണ് വാസ്തവത്തിൽ കേസരി ശ്രമിച്ചത്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ മറഞ്ഞു കിടക്കുന്ന ഇടം, ഈ നമ്മുടെ കാര്യകാരണങ്ങളുടെ ഒരു രേഖീയമായ വിന്യാസത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ചരിത്ര സന്ദർഭങ്ങളിൽ ഇരുടിലാണ്ടുപോയ ഒന്നിനെ എങ്ങനെ കാണാൻ പറ്റും എന്ന ചോദ്യമാണ് ഒരുപക്ഷെ കേസരി ഉന്നയിക്കാൻ ശ്രമിച്ചത്. ഒരുപക്ഷെ ഇവിടെ റെലവന്റ് ആയ ഒരു ഒബ്സർവേഷൻ അകമ്പൻ സമകാലികതയെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കണ്ടംപററിനെസ് is a singular relationship with one's own time, which adheres to it and at the same time keeps a distance from it. More precisely, it is the relationship with time that adheres to it through a disjunction and an anachronism. സ്വന്തം കാലത്തിൽ നിൽക്കുകയും അതിൽ നിന്ന് അകന്നു നിൽക്കുകയും സ്വന്തം കാലത്തോട് ബന്ധിതനായിരിക്കുകയും സ്വന്തം കാലത്തിൽ നിന്ന് കാലപരമായ ഒരു വൈരുദ്ധ്യത്തെ നിലനിർത്തുകയും ചെയ്യുക. തുടർന്ന് അകമ്പൻ പറയുന്ന ഒരു വാക്യം കേസരിക്ക് നന്നായി ചേരുന്നൊരു തോന്നല എനിക്കുള്ളത്. The contemporary is he
who faithfully holds his gaze on his or her own time, so as to perceive not its light, but rather its darkness. വെളിച്ചം കാണാൻ മാത്രമല്ല, തന്റെ കാലത്തോട് ഒരാള് ആഴത്തിൽ ബന്ധപ്പെടുന്നത് അതിന്റെ വെളിച്ചം കാണാൻ മാത്രമല്ല, അതിന്റെ ഇരുട്ട് കാണാൻ വേണ്ടി കൂടിയാണ്. Contemporary is the person who knows how to see the obscurity, who is able to write by dipping his pen in the obscurity of the present. വർത്തമാനത്തിന്റെ ഈ എന്താ പറയാ അവ്യക്തതയിലോ സന്നിഗ്ധതയിലോ ഇരുട്ടിലോ അതിന്റെ അവ്യാകൃതം, ഒബ്സ്ക്യൂരിറ്റിക്ക് കുറച്ച് പറ്റിയൊരു വാക്കാം, ശിവരാമപിള്ളയുടെ വാക്കാം, അതിന്റെ ഒരു അവ്യാകൃതത്തിൽ പേന മുക്കി എഴുതുമ്പോഴാണ് ഈ കണ്ടംപററി ആവുക. അതായത് താൻ പിൻപറ്റുന്ന തെളിച്ചങ്ങൾ എങ്ങനെ വന്നു എന്ന് മാത്രമല്ല, ആ തെളിച്ചങ്ങൾക്ക് പിന്നിലുള്ള ഇരുട്ടെന്താണ് എന്ന് ആലോചിക്കുന്നിടത്താണ് ഒരാൾ കണ്ടംപററി ആകുന്നത് എന്ന് അകമ്പനൊക്കെ പറയുന്നത്. ഒരർത്ഥത്തിൽ നമ്മുടെ കാലത്ത് അങ്ങനെ ശ്രമിച്ച ഒരാളായിരുന്നു കേസരി. അതുകൊണ്ട് അദ്ദേഹം വെളിച്ചത്തിന്റെ ലോകത്ത് നിന്നപ്പോൾ അദ്ദേഹം സാർവത്രികമായി സ്വീകാര്യനായിരുന്നു പത്രാധിപർ എന്ന നിലയ്ക്ക്. ഇരുട്ടിലേക്ക് അദ്ദേഹം നോക്കി തുടങ്ങിയതോടെ സാഹിത്യകൃതികൾ വായിച്ച് രസിക്കാൻ പറ്റാത്ത ഒരാളായിട്ട് അദ്ദേഹം മനസ്സിലാക്കപ്പെടാൻ തുടങ്ങി. കൂടുതൽ ഇരുട്ടിലേക്ക് അദ്ദേഹം ചുവട് വെച്ചതോടെ അദ്ദേഹത്തിന് ഗിർക്കാണെന്ന് തീരുമാനമാവുകയും ചെയ്തു. അതുകൊണ്ട് ഇത് ചരിത്രത്തിലുള്ളൊരു വലിയ എൻഗേജ്മെന്റ് ആണ്. അതുകൊണ്ടാണ് ഈ അതിർത്തി ലംഘനങ്ങൾ കേസരിയുടെ ജ്ഞാനസന്ദർഭം എന്ന് പറയുന്നത്. കേസരി എന്ന് പറയുന്ന ഒരാളുടെ പേരല്ല, മറിച്ച് കേരളീയ ആധുനികതയുടെ മൂല്യങ്ങളോട് പോസിറ്റീവായി എൻഗേജ് ചെയ്ത് അതിന്റെ ഇന്റേണൽ ക്രിട്ടിക് എന്ന നിലയിലും ഒരു പക്ഷേ പിന്നെ അതിനെ മറികടക്കാൻ നടത്തുന്ന ശ്രമങ്ങളുടെയും ആകത്തുകയാണ് കേസരി ബാലകൃഷ്ണപിള്ള. അതല്ല അദ്ദേഹം എഴുതിയ ഏതെങ്കിലും ഒരു ലേഖനമാണ് അദ്ദേഹം എന്ന് കരുതിയാൽ നിങ്ങൾക്ക് ഈ ക്രിട്ടിക് എന്നുള്ളൊരു ലാർജർ പെർസ്പെക്റ്റീവിൽ അദ്ദേഹത്തെ പ്രതിഷ്ഠിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ആലോചന കേരളീയ ദൈക്ഷണികൾ ആവശ്യപ്പെടുന്നുണ്ട് ഒരു തോന്നലാണ് എനിക്കുള്ളത്. വിശദാംശങ്ങൾ ഒരുപാട് പറയാനുണ്ട്. ഞാൻ അതിൻ്റെ ഒരു ഏകദേശ രൂപം മാത്രമാണ് ഇപ്പോൾ പറഞ്ഞത്.